ഓം ശാന്തി. 21/4/2024 ഇന്ന് ബാബ വ്യക്തമുരടിയാണ് പറഞ്ഞത്. അതായത് 30/3/99 മാർച്ച് 30-ന് 99-ല് ബാബ പറഞ്ഞ മുരളിയാണ്. ബാബ പറയുന്നത്, തീവ്ര പുരുഷാർത്ഥ की लगन को ज्वाला रूप बनाकर बेहद के वैराग्य की लहर फैलाओ. അതായത് ബാബ പറയുന്നത്, തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ലഹരി, തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ലഹരി, ഈ ലഹരിയെ നമ്മൾ എന്ത് ചെയ്യണം? ജ്വാല രൂപമാക്കി മാറ്റിയിട്ട്, തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ലഹരിയെ ജ്വാലാരൂപമാക്കി മാറ്റി പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ അല പരത്തു എന്ന് പറയാം. പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ അല പരത്തു. ആജ് ബാബ്ദാദ ഹരേക്ക് ബച്ചേക്ക് മസ്തക് പർ 3 ലക്കീരെ ദേഖ് രഹേ. ഇന്ന് ബാബ്ദാദ ഓരോ കുട്ടികളുടെയും മസ്തകത്തിൽ 3 രേഖകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതാണ് നമ്മുടെ മസ്തകം. അപ്പം ഇവിടെ 3 രേഖകളാണ് ബാബ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ബാബ പറയാ പരമാത്മാ പാലനയുടെ ഭാഗ്യത്തിൻ്റെ രേഖ. അതായത് നമ്മളെ പാലിക്കുന്നത് ശരിക്കും ആരാണ്? പരമാത്മാവാണ്. അതാണ് പരമാത്മാ പാലനയുടെ ഭാഗ്യത്തിൻ്റെ രേഖ. यह परमात्मा पालना का भाग्य सारे कल्प में अब एक बार ही मिलता है. ഇനി ബാബ പറയാണ്, ഈ പരമാത്മാവിൻ്റെ പാലനയുടെ ഭാഗ്യം ഒരു കൽപ്പത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടുള്ളൂ. അതെപ്പോഴാണ്? ഇപ്പോൾ അല്ലേ? ഈ ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുള്ളൂ. കേവലം സംഗമയുഗത്തിലല്ലാതെ പരമാത്മാവിൻ്റെ പാലന വേറെ ഏത് യുഗത്തിലും കിട്ടില്ല എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, യഹ് പരമാത്മാ പാലന, ഈ പരമാത്മാവിൻ്റെ പാലന വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ പ്രാപ്തമാക്കാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ പ്രാപ്തമാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതാണ് ഒന്ന്, പരമാത്മാ പാലനയുടെ ഭാഗ്യരേഖ. ഇനി രണ്ടാമത്തെ ബാബ പറയുന്നത് പരമാത്മാ പഠിപ്പിൻ്റെ ഭാഗ്യരേഖ. ഇങ്ങനെയൊരു പഠിപ്പ്, അതായത് ഭഗവാന്റെ പഠിപ്പ് പഠിക്കാൻ എല്ലാവർക്കും ഭാഗ്യമില്ല. അതാണ് രണ്ടാമത്തെ പരമാത്മാ പഠിപ്പിൻ്റെ ഭാഗ്യരേഖ. ആദ്യം പാലനയുടെ ഭാഗ്യരേഖ, പിന്നെ പഠിപ്പിൻ്റെ ഭാഗ്യരേഖ. അതായത് പരമാത്മാ പഠിപ്പ് എത്ര ഭാഗ്യമാണ് എന്ന് ബാബ ചോദിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? സ്വയം പരമാത്മാവ് തന്നെ, അതായത് സ്വയം ഭഗവാൻ തന്നെ ടീച്ചറായി മാറി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ടീച്ചർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഭഗവാനാണ് അല്ലേ? പരമാത്മാവാണെന്ന് പറയും. അപ്പം അതാണ് സ്വയം ഭഗവാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അതും ഭാഗ്യത്തിൻ്റെ രേഖയാണ്. ഇനി ബാബ മൂന്നാമത്തെ രേഖയെക്കുറിച്ച് പറയാണ്, പരമാത്മാ പ്രാപ്തികളുടെ രേഖ. അതായത് പരമാത്മാവിൽ നിന്ന് കിട്ടുന്ന പ്രാപ്തികൾ എന്തൊക്കെയാണ്? സർവശക്തികളും സർവഗുണങ്ങളും അല്ലേ, പിന്നെ സർവ ഈശ്വരീയ ജ്ഞാനം, സർവ സൃഷ്ടിയുടെ രഹസ്യങ്ങളും, ഇതൊക്കെ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന പ്രാപ്തികളാണ്. അതാണ് മൂന്നാമത്തെ പരമാത്മാ പ്രാപ്തികളുടെ രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ചിന്തിക്കൂ, എത്ര പ്രാപ്തികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? അതൊന്ന് ചിന്തിക്കാൻ പറയാം. 3 പ്രാപ്തികൾ: പരമാത്മാ പാലനയുടെ ഭാഗ്യം,
പരമാത്മാ പഠിപ്പിൻ്റെ ഭാഗ്യം, പരമാത്മാ സമ്പത്തിൻ്റെ ഭാഗ്യം. ഇതൊന്ന് ചിന്തിക്കാൻ പറയുകയാണ് ബാബ. എന്നിട്ട് ബാബ ചോദിക്കുകയാണ്, എല്ലാവർക്കും ഓർമ്മയില്ലേ ഭഗവാന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ പ്രാപ്തികളാണ് കിട്ടിയത്? അത് ഓർമ്മയില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. എന്നിട്ട് ബാബ പറയാണ്, പരമാത്മാവിൻ്റെ പ്രാപ്തികളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയാണ്. നമുക്ക് ഭഗവാനെ കിട്ടിയതിന് ശേഷം, നമ്മൾ ഭഗവാന്റെ അടുത്ത് വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായത്, അതിനെക്കുറിച്ചൊന്ന് ലിസ്റ്റ് എടുക്കാൻ പറയാം. എന്നിട്ട് ബാബ പറയാ, ഈ ലിസ്റ്റ് വളരെ നീളമുള്ള ലിസ്റ്റായിരിക്കും. ഒരുപാട് നമുക്ക് എഴുതാനുണ്ടാകും. പരമാത്മാവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ബാബ പറയാണ്, ഓരോരുത്തരുടെ മസ്തകത്തിലും ബാബ ഈ 3 രേഖകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളുടെയും മസ്തകത്തിൽ ഈ 3 രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഭാഗ്യവാൻ ആത്മാക്കളാണ് ഞാൻ, ഇങ്ങനെയുള്ള ഭാഗ്യവാൻ ആത്മാവാണ് ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കാം. അപ്പോൾ നമ്മളാരും സാധാരണക്കാരല്ല. ഈ 3 ഭാഗ്യത്തിൻ്റെ രേഖയും തിളങ്ങുന്ന ഭാഗ്യവാൻ ആത്മാവാണ്. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കാം. പാലന, പഠിപ്പ്, പ്രാപ്തികൾ, ഇതാണ് നമുക്ക് പരമാത്മാവിൽ നിന്ന് കിട്ടുന്നത്. അതോടൊപ്പം ബാബ്ദാദ കുട്ടികളുടെ നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ 3 രേഖകൾ ബാബ നോക്കി, ശരി തന്നെ. അതോടൊപ്പം ബാബ്ദാദ കുട്ടികളുടെ നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ ആത്മീയ ലഹരിയും കണ്ടുകൊണ്ടിരിക്കുക. കുട്ടികളിൽ എത്ര നിശ്ചയമുണ്ട്, എത്ര ആത്മീയ ലഹരിയുണ്ട്, ഇതും ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കാം. ഹരേക്ക് പരമാത്മാ ബച്ച, ഓരോ പരമാത്മാവിൻ്റെ ഓരോ കുട്ടികളും എത്ര ആത്മീയ ലഹരിയുള്ള ആത്മാക്കളാണ്. നമ്മളെല്ലാവരും പരമാത്മാവിൻ്റെ കുട്ടികളാണ്. പക്ഷെ നമ്മളിലെല്ലാം എത്ര ആത്മീയ ലഹരിയുണ്ട്, അതാണ് ബാബ നോക്കുന്നത്. മുഴുവൻ വിശ്വത്തിലും മുഴുവൻ കൽപ്പത്തിലും ഏറ്റവും ഹയ്യസ്റ്റും മഹാനും ഹോളിയസ്റ്റുമാണെന്ന് ബാബ പറയാം. മുഴുവൻ വിശ്വത്തിലും മുഴുവൻ കൽപ്പത്തിലും ഈ ഭാഗ്യം അല്ലെങ്കിൽ ആത്മീയ ലഹരി എന്ന് പറയുന്നത് എന്താണ്? ഹയ്യസ്റ്റാണ്. അതേപോലെ മഹാനാണ്, ഹോളിയസ്റ്റുമാണ് എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, നമ്മളെ പോലെ പവിത്ര ആത്മാക്കൾ, അത് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട്, ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും ദേവരൂപത്തില് സർവഗുണ സമ്പന്നൻ, ദേവതാ രൂപത്തില് സർവഗുണ സമ്പന്നൻ, സമ്പൂർണ്ണ നിർവികാരി. ഇതുപോലെ ആരും മാറുന്നില്ല എന്ന് ബാബ പറയാം. അതായത് നമ്മളെ പോലെ ഈ ലോകത്തിൽ ആരും മാറുന്നില്ല. ഭഗവാൻ നമ്മളെയാണ് മാറ്റുന്നത് അല്ലേ? നമ്മളെ പോലെ സമ്പൂർണ്ണ ഗുണങ്ങളുള്ളവരായി മാറണം എന്ന ലക്ഷ്യം ആരാ വെച്ചിരിക്കുന്നത്? ആരും വെച്ചിട്ടില്ല. സമ്പൂർണ്ണ നിർവികാരിയായി മാറണം എന്നുള്ള ലക്ഷ്യം ആരാ വച്ചിരിക്കുന്നത്? ആരും വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, അപ്പം നമ്മൾ ഹയ്യസ്റ്റുമാണ്, ഹോളിയസ്റ്റുമാണ്, അതോടൊപ്പം റിച്ചസ്റ്റുമാണെന്ന് ബാബ പറയാം. ഹയ്യസ്റ്റ്, ഹോളിയസ്റ്റ്, റിച്ചസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ടൈറ്റിലുകളാണ് ഈ 3 അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് നമ്മൾ? അപ്പം അതുകൊണ്ടാണ് ബാബ പറയണത്, ബാബ്ദാദ സ്ഥാപനയിൽ കുട്ടികൾക്ക് സ്മൃതി തന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലെ യജ്ഞം ആരംഭിക്കുന്ന സമയത്ത് ബാബ കുട്ടികളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? പെട്ടെന്ന് തന്നെ അല്ലേ, അതായത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ഇൻ ദി വേൾഡ് ഓമണ്ഡലി. ഈ ഓമണ്ഡലി എന്നായിരുന്നു നമ്മുടെ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ
പേര് ഓമണ്ഡലി എന്നായിരുന്നു തുടക്കത്തിൽ. 36-ലാണ് തുടങ്ങിയത്. അന്ന് ഇതിൻ്റെ പേര് ഓമണ്ഡലിയായിരുന്നു. ആ സമയത്ത് പേപ്പറിൽ കൊടുത്തു, ന്യൂസ് പേപ്പറിൽ എന്താ കൊടുത്തത്? ഓമണ്ഡലി റിച്ചസ്റ്റ് ഇൻ ദി വേൾഡ്. അപ്പം ഏറ്റവും റിച്ചസ്റ്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? ഓമണ്ഡലിയായിരുന്നു. അങ്ങനെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാണ്, ഇത് സ്ഥാപനയുടെ സമയത്ത് നമ്മുടെ മഹിമയായിരുന്നു എന്ന് ബാബ പറയാണ്. അതും ബാബ പറയാ, ഒരു ദിവസത്തില് എത്രയോ ബാബ പറയാ വലിയ വലിയ മൾട്ടി മില്യണറായി എന്ന് പറയാൻ. ഇത്രേ വർഷം മുമ്പാണ് ഇങ്ങനെ പറഞ്ഞത്. ഓമണ്ഡലി എന്ന് പറയുന്നത് റിച്ചസ്റ്റ് ഇൻ ദി വേൾഡ്, ലോകത്തിലെ തന്നെ ഇത്രയും റിച്ചസ്റ്റാണ്. അപ്പൊ ബാബ പറയണ ഇത്രയും വലിയ മൾട്ടി മില്യണറാണ് ആര്? നമ്മൾ കുട്ടികൾ എന്ന് ബാബ പറയാൻ. നിങ്ങളെ പോലെ റിച്ചസ്റ്റ് ആയിട്ടുള്ളവര് ലോകത്തിൽ ആരുമില്ല. നമ്മളാണ് ഭഗവാന്റെ കുട്ടികള്. ഭഗവാൻ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് ജീവിക്കുന്നവര് ഇത്രയും റിച്ചസ്റ്റ് ആണ്. നമ്മളെ പോലെ റിച്ചസ്റ്റ് ലോകത്തിൽ തന്നെ ആരുമില്ല എന്ന് ബാബ പറയാൻ. ഇത്രയും റിച്ചസ്റ്റായി മാറുന്നതിനുള്ള കാര്യം എന്താണ്? ബാബ ചോദിക്കുകയാണ്, ഇത്രയും റിച്ചസ്റ്റായിട്ട് മാറാനുള്ള കാര്യം എന്താണ്? ബാബ പറയാ, ബഹുത്ത് ചോട്ടാ സാ സാധന, വളരെ ചെറിയൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ലോകത്തിൽ മനുഷ്യര് റിച്ചസ്റ്റ് ആകാൻ വേണ്ടി എത്രയാ പരിശ്രമിക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. അല്ലേ? അവർ പൈസ ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ വേറെ പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് റിച്ചസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. എത്ര പരിശ്രമിക്കുന്നു. എന്നാൽ നമ്മൾ കുട്ടികൾ എത്ര സഹജമായിട്ടാണ് സമ്പന്നനായിട്ട് മാറുന്നത്. മനുഷ്യരെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കണേ? ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, കള്ളത്തരങ്ങൾ ചെയ്യുന്നു, അല്ലേ? അനധികൃതമായിട്ട് പൈസ സമ്പാദിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിലോ വളരെ ഈസി ആയിട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ബാബ പറയാ, അറിയോ എന്താണതെന്ന്? എന്താ കാര്യമെന്ന് ബാബ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണെന്നറിയോ നിങ്ങൾക്ക് എന്ന് ബാബ ചോദിക്കുകയാണ്. കേവലം ബാബ പറയാ, ചെറിയൊരു ബിന്ദു ഇട്ടാൽ മതി എന്നാ പറയണേ. ചെറിയൊരു ബിന്ദു ഇട്ടാൽ മതി, അതായത് പോയിന്റ് ഓഫ് ലൈറ്റ്, അത്ര ആവശ്യമുള്ളൂ. അതായത് ബാബ പറയാണ്, ബിന്ദി ഇടുക, ഒരു പോയിന്റ് ഇടുക എന്ന് പറഞ്ഞാൽ സമ്പാദ്യമായി. പോയിന്റ് ഇട്ടാൽ സമ്പാദ്യമായി എന്ന് ബാബ പറയാണ്. അതായത് ബാബ പറയാണ്, ആത്മാവും ബിന്ദു, പരമാത്മാവും ബിന്ദു, ഡ്രാമയും ബിന്ദു. ആത്മാവ് പോയിന്റ് ഓഫ് ലൈറ്റാണ്, പരമാത്മാവും പോയിന്റ് ഓഫ് ലൈറ്റാണ്, പോയിന്റാണ്. അതേപോലെ ഡ്രാമയും ഒരു പോയിന്റ്, ഫുൾ സ്റ്റോപ്പാണ്. പിന്നെ അവിടെ ഒന്നുമില്ല, അങ്ങോട്ടൊന്നുമില്ല. അപ്പം ബാബ പറയാണ്, നിങ്ങൾ ബിന്ദുവായ ആത്മാവിനെ ഓർമ്മിക്കണം. ബിന്ദുവായ ആത്മാവിനെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിച്ചു. അപ്പോൾ ഒരു പോയിന്റിനെ ഓർമ്മിച്ചാൽ സമ്പാദ്യം വർദ്ധിച്ചു എന്ന് ബാബ പറയാണ്. ഇപ്പം നോക്കൂ, ലൗകികത്തിൽ നോക്കാൻ പറയാണ് ബാബ. ലൗകികത്തിൽ ഒരു 0 ഇട്ടാൽ സംഖ്യയ്ക്ക് എന്ത് വരും? വർധനവ് വരും. 1ന്റെ മുന്നിൽ ഒരു 0 ഇട്ടാൽ 10, ഒരു 0 കൂടെ ഇട്ടാൽ 100, ഒരു 0 കൂടെ ഇട്ടാൽ 1000, അല്ലേ? ഒരു 0 കൂടെ ഇട്ടാൽ 1,00,000, പിന്നെ ഒരു 0 ഇട്ടാൽ കോടി, അങ്ങനെ വരുമല്ലോ. അപ്പോൾ ഓരോ 0ത്തിൻ്റെയും വില പറയാണ് ബാബ. അപ്പം അതേപോലെ നമ്മളും ആത്മാബിന്ദു, പരമാത്മാ ബിന്ദു, അല്ലേ? ഡ്രാമ ബിന്ദു, അങ്ങനെ ഓരോ പോയിന്റ് ഇടുകയാണെങ്കിലോ അവിടെ എന്ത് സംഭവിക്കും? വാല്യൂ കൂടി കൂടി വരുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, ബഡ്താ ജാത്താ ഹെ. ഓരോ 0 ഇടുന്തോറും സംഖ്യക്ക് ഇങ്ങനെ വലിപ്പം കൂടി 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 വരും, അല്ലേ? ഇപ്പോൾ ഒരു 0 പറഞ്ഞില്ലേ, 10, 1000, 10,000,
അങ്ങനെ 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 കൂടാണ്, ലക്ഷം കോടി അങ്ങനെയാ വരുന്നത്. അതേപോലെ ബാബ പറയാണ് നമ്മളും എന്ത് ചെയ്യണം, എന്തിലും ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാണ് നമ്മൾ ഇത് വളരെ സഹജമായ വഴിയല്ലേ. ഇപ്പോൾ ഒരു പൂജ ഇടാൻ എന്താ ഇത്ര പാട് അല്ലേ, ഒരു പോയിന്റ് ഇടാൻ എന്താ ഇത്ര പാട്, വളരെ സഹജമാണ്. അതായത് ബാബ പറയാണ് ഞാൻ ആത്മാവാകുന്നു, ഞാൻ ആത്മാവാകുന്നു, ഈ സ്മൃതിയുടെ ബിന്ദു ഇടണം. അർത്ഥം ഖജനാവ് ശേഖരിക്കണമെന്ന് ബാബ പറയാണ്. ഖജനാവ് ശേഖരിക്കണം. അതായത് ബാബ പറയാണ് ഈ സ്മൃതിയുടെ ബിന്ദു ഇടുക. ഞാൻ ആത്മാവ്, അച്ഛൻ പരമാത്മാവ്, ഡ്രാമ, ഈ സ്മൃതിയുടെ ബിന്ദു ഇടുക. അതുകൊണ്ട് ബാബ പറയാണ് കർമ്മത്തില്, സംബന്ധ സമ്പർക്കത്തില്, അതേപോലെ ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ്. കർമ്മത്തില്, സംബന്ധ സമ്പർക്കത്തില്, ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ്. ഡ്രാമയിൽ എന്ത് നടക്കാനുണ്ടോ അത് നടക്കും. ഇനി ഡ്രാമയിൽ എന്ത് നടക്കാനുണ്ടായിരുന്നോ അത് നടന്നു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് അരുത്. അപ്പം അതുകൊണ്ടാണ് ബാബ പറയണത് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടും. കഴിഞ്ഞതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുക. അതിനർത്ഥം എന്താണെന്നറിയോ? സമ്പാദ്യത്തിൻ്റെ ശേഖരണം വർദ്ധിപ്പിച്ചു. ഈ കഴിഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അന്ന് അങ്ങനെ പറഞ്ഞു, അന്ന് ഇങ്ങനെ ചെയ്തു, അന്ന് അങ്ങനെയായി, അന്ന് ഇങ്ങനെ. വർഷം ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, വർഷം 6 അല്ലെ, ഒരു വർഷം മുമ്പുള്ള കാര്യം 6 മാസം മുമ്പുള്ള കാര്യമായിരിക്കാം. ഇന്നും വെറുതെ എന്ത് ചെയ്യുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ബാബ പറയാണ് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടും, അപ്പം നിങ്ങളുടെ ഖജനാവ് വർദ്ധിക്കും. എന്നിട്ട് ബാബ പറയാ നിങ്ങൾ പറയൂ മുഴുവൻ ദിവസത്തിലും എത്ര പ്രാവശ്യം നിങ്ങൾ ബിന്ദു ഇടാറുണ്ട്, എത്ര പ്രാവശ്യം ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട് എന്ന് ബാബ ചോദിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല കാര്യങ്ങളും വരുമല്ലോ, ഇതിലൊക്കെ നിങ്ങൾ എത്ര പ്രാവശ്യം ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട് എന്ന് ബാബ ചോദിക്കാം. എന്നിട്ട് ബാബ ചോദിക്കുക ഫുൾ സ്റ്റോപ്പ് ഇടാൻ എത്ര എളുപ്പമാണല്ലേ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ വളരെ എളുപ്പമല്ലേ, മുഷ്കിലാണോ, ബുദ്ധിമുട്ടാണോ എന്ന് ബാബ ചോദിക്കാം. ഒരു പോയിന്റ്, ഒരു കുത്തല്ലേ വേണ്ടു, ആ ഒരു കുത്തിടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ എന്ന് ബാബ ചോദിക്കും. എന്നിട്ട് ബാബ പറയണ നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ, ഒരു ബിന്ദു ഇടുമ്പോൾ അതെങ്ങാനും വഴുതി പോകുന്നുണ്ടോ, തെന്നി പോകുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കാം. തെന്നിപ്പോയാൽ വീണ്ടും അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വരും. അതെന്താ ഇങ്ങനെ, ഇവരെന്താ അങ്ങനെ പറഞ്ഞു, അവരെന്താ അങ്ങനെ പറഞ്ഞു, അവരെന്താ അങ്ങനെ പറഞ്ഞില്ലേ, അവരെന്താ അങ്ങനെ ചെയ്തില്ലേ അല്ലേ, അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് പോയി. അപ്പം അതുകൊണ്ട് ബാബ പറയാണ് ബാഗ്ദാദ നമുക്ക് സമ്പാദ്യത്തിൻ്റെ സാധന കേവലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നേ? നിങ്ങൾ ബിന്ദു വിട്ട് മുന്നോട്ട് പോകൂ, നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് മുന്നോട്ട് പോകൂ. എന്നിട്ട് ബാബ ചോദിക്കുക എല്ലാവർക്കും ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയൂ? ഇനി അറിയോ വേണ്ടേ നമുക്ക്? എല്ലാവർക്കും ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയോ എന്ന് ബാബ ചോദിക്കാം. ആർക്കൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയുമോ അവരൊക്കെ ഒരു കൈ പൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കാൻ പറയാം. ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയണവരൊക്കെ കൈ പൊക്കി കാണിച്ചു തരാൻ പറയാം. ഒരു കൈ പൊക്കിയിട്ട് കാണിച്ചു തരണം, ബാബ എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയാം എന്ന് കൈ പൊക്കി കാണിച്ചു തരാൻ പറയാണ് ബാബ. എന്നിട്ട് ബാബ പറയാണ് ഉറപ്പല്ലേ? അപ്പം എല്ലാവരും കൈയൊക്കെ പൊക്കി. അപ്പോൾ ബാബ ചോദിക്കുന്നു ഉറപ്പല്ലേ, നിങ്ങൾക്ക് ശരിക്കും അറിയോ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയും എന്ന് ഉറപ്പല്ലേ? എന്നിട്ട് ബാബ പറയാണ് അതോ ഇടയ്ക്കിടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് തെന്നി പോകുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് തെന്നി പോകുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തെന്നി പോകുന്നുണ്ട്, അങ്ങനെയാണോ എന്ന് ബാബ ചോദിക്കാം. എന്നിട്ട് ബാബ പറയാ ഏറ്റവും സഹജമായിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഏറ്റവും സഹജമായി ഫുൾ സ്റ്റോപ്പ് ഇടുന്നവരായിട്ട് ആര് മാറണം? നമ്മൾ മാറണം എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ ഇപ്പം ഇനി ബാബ പറയാണ് ഇപ്പം ചില കുട്ടികൾക്ക് കണ്ണില്ല എന്ന് വിചാരിക്കാം, അതായത് കണ്ണ് കാണാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. കണ്ണ് കാണാത്ത ആളാണെങ്കിൽ പോലും
ഒരു പേപ്പറും പേനയും കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോയിന്റ് ഇടാൻ പറ്റും. അവർക്ക് ആദ്യം ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി. അവരുടെ കൈയും പേനയും വെച്ചിട്ട് ഇതാണ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും ഇടാൻ പറ്റുമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാണ്, നിങ്ങള് അത് ഈ കണ്ണില്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റും. പക്ഷെ ബാബ പറയാ, നിങ്ങൾക്ക് ത്രിനേത്രമുണ്ട്, ത്രിനേത്രികളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 ബിന്ദുവിനെ സദാ യൂസ് ചെയ്യണം. ഏതൊക്കെയാണ് 3 ബിന്ദു? ഞാൻ ആത്മാ ബിന്ദു, എൻ്റെ അച്ഛൻ പരമാത്മാ ബിന്ദു, പിന്നെ ഡ്രാമ ബിന്ദു. ഈ 3 ബിന്ദുവിനെ എപ്പോഴും ഇടണം. ഇത് പോയിന്റാ. അപ്പൊ ബാബ പറയാണ്, അപ്പൊ നിങ്ങൾക്ക് ത്രിനേത്രമില്ലേ? ത്രിനേത്രത്തിലൂടെ ഇടാൻ പറ്റില്ലേ എന്ന് ബാബ ചോദിക്കാണ്. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര വളഞ്ഞതാണെന്ന് ബാബ ചോദിക്കും. ക്വസ്റ്റ്യൻ മാർക്ക് വളഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് എത്ര വളഞ്ഞതാണ്, നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കൂ എന്ന് പറയാം. ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നത് എങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അത് വളഞ്ഞല്ലേ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കൂ, അത് വളഞ്ഞിട്ടല്ലേ ഇരിക്കുന്നേ. എന്നാൽ ബാബ പറയാം, നിങ്ങളൊന്ന് ബിന്ദു ഇട്ട് നോക്കൂ, എത്ര എളുപ്പം, ഒറ്റ കുത്ത്. മറ്റേതാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി. ക്വസ്റ്റ്യൻ മാർക്കിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്, സമയമുണ്ട്. അപ്പൊ ബാബ പറയാണ്, അതുകൊണ്ട് ബാബ്ദാദ വ്യത്യസ്ത രൂപത്തില് കുട്ടികളെ ബാബയ്ക്ക് സമാനമാക്കി മാറ്റാനുള്ള വിധി കൽപ്പിക്കുകയാണ്. ബാബയ്ക്ക് എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കുട്ടികളെ ബാബയ്ക്ക് സമാനാക്കി മാറ്റും. അതാണ് ബാബയുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ബാബ പറയാണ്, കുട്ടികൾക്ക് ബാബയ്ക്ക് സമാനമാകുന്നതിനുള്ള വിധി എന്താന്ന് വെച്ചാൽ ബിന്ദു ഇടുക എന്നുള്ളതാണ്, ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതാണ്. വേറെ ഒരു വിധിയും ഇല്ല കുട്ടികളെ എന്നാ പറയണേ. വേറെ ഒരു വഴിയും ഇല്ല. ബാബയ്ക്ക് സമാനമാകാനുള്ള ഒരൊറ്റ വഴി എന്താ? ഫുൾ സ്റ്റോപ്പ്, ബിന്ദു ഇടുക. എന്നിട്ട് ബാബ പറയാ, നിങ്ങൾക്ക് വിദേഹിയായി മാറണം. വിദേഹിയായി മാറണമെങ്കിൽ ഇതിനുള്ള വിധിയും എന്ത് തന്നെ? അതും ഒരു കുത്തന്നെ, ഫുൾ സ്റ്റോപ്പാണ്. ഞാൻ ആത്മാവ് ഒരു പോയിന്റ് ഓഫ് ലൈറ്റ്. അപ്പൊ വിദേഹി, ഞാൻ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ്. അപ്പൊ ബാബ പറയണേ, വിദേഹിയാവാനുള്ള വിധിയും ഇത് തന്നെയാണ്. അശരീരിയായി മാറണോ, കർമാതീതമായി മാറണോ, ഇതിനുള്ള വിധിയും ഇത് തന്നെയാണ്. അപ്പൊ അശരീരിയാവണോ, വിദേഹിയാവണോ, കർമാതീതമാകണോ, എന്താവണമെങ്കിലും എന്തിടാൻ പഠിക്കുക? ഫുൾ സ്റ്റോപ്പ്, ബിന്ദു ഇടാൻ പഠിച്ചാൽ ഇതെല്ലാം ആകും. അപ്പൊ ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആരാകില്ല? നമ്മള് വിദേഹിയാവില്ല, അശരീരിയാവില്ല, കർമാതീതമൊന്നും നമുക്കാകാൻ പറ്റില്ല. അതുകൊണ്ട് ബാബ പറയാണ്, എല്ലാത്തിനുള്ള വിധി ബിന്ദു ഇടുക, എല്ലാത്തിനുള്ള വിധി ബിന്ദു ഇടുക. അതുകൊണ്ട് ബാബ്ദാദ ആദ്യം തന്നെ പറയുന്നുണ്ട്, അമൃതവേള മുതൽ ബാബ്ദാദയുമായി മിലനം ആഘോഷിക്കുക. അമൃതവേളയ്ക്ക് ബാബ്ദാദയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക. അതേപോലെ മസ്തകത്തിൽ തിലകം ചാർത്ത, ആത്മതിലകം ചാർത്ത. അമൃതവേളയ്ക്ക് മസ്തകത്തിൽ തിലകം ചാർത്ത. അതേപോലെ ബാബ പറയാണ്, ചുമന്ന പൊട്ടിൻ്റെ തിലകിടാനല്ല പറയണത്, അല്ലേ? ഇപ്പൊ ചിലവര് ബാബ പറഞ്ഞല്ലേ എന്ന് കഴിച്ചിട്ട് ചുമന്ന പൊട്ടിടേ. അപ്പൊ ബാബ ആ ചുമന്ന പൊട്ടിടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് എന്ന് ബാബ പറയാം. ചുമന്ന പൊട്ടിട്ടതുകൊണ്ട് സ്മൃതിയുടെ തിലകമൊന്നും ആവില്ല. പകരം ബാബ പറയാണ്, സ്മൃതിയുടെ തിലകമാണ് ഇടേണ്ടത്. തിലകം ഇടാൻ പറഞ്ഞൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചുമന്ന പൊട്ടിടാനൊന്നും തുടങ്ങണ്ടെന്ന് ബാബ പറയും. പകരം സ്മൃതിയുടെ തിലകമാണ് ഇടാൻ. എന്നിട്ട് ബാബ പറയാൻ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്താ ചെക്ക് ചെയ്യണ്ടേ? ഏതെങ്കിലും കാരണം കൊണ്ട് ഈ സ്മൃതിയുടെ തിലകം മാഞ്ഞു പോകുന്നില്ലല്ലോ, അത് നോക്കണമെന്ന് ബാബ പറയാം. തിലകം രാവിലെ അമൃതവേളയ്ക്ക് ഇട്ടാൽ രാത്രി ഉറങ്ങണ വരയ്ക്ക് തിലകം അവിടെ തന്നെ കാണണം. അത് മാഞ്ഞു പോകുന്നില്ലല്ലോ. അതിനർത്ഥം എന്താ? ഇടയ്ക്ക് ആത്മബോധം പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഇടുമ്പോഴേക്കും നല്ല ആത്മബോധമായിരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും ആത്മാവാന്നൊക്കെ മറന്നുണ്ടാവും. അപ്പം അവിടെ മാഞ്ഞു പോവാണ്. അപ്പം അതുകൊണ്ട് ബാബ പറയണ, നിങ്ങൾ നോക്കണം, തിലകം മാഞ്ഞു പോകുന്നില്ലല്ലോ. അവിനാശിയായിട്ടുള്ള
തിലകമായിരിക്കും അല്ലേ? അതേപോലെ ഒരിക്കലും മാഞ്ഞു പോകാത്ത തിലകം, അവിനാശിയായ ഒരിക്കലും മാഞ്ഞു പോകാത്ത തിലകമായിരിക്കും. സാധാരണ തിലകം ഒരു വെള്ളം തട്ടിയാൽ പോകും, ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ പോകും, ഒന്ന് തുടച്ചാൽ പോകും. എന്നാൽ ഈ തിലകം അവിനാശിയാണ്, അതൊരിക്കലും പോവില്ല എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ്ദാദ പറയാ, ബാബ്ദാദ കുട്ടികളുടെ സ്നേഹം കാണുക. കുട്ടികൾക്ക് ബാബ്ദാദയോട് എത്ര സ്നേഹമാണ്. ആ സ്നേഹമുള്ളത് കൊണ്ട് കുട്ടികൾ ഓടി ഓടി ബാബയുമായിട്ട് മിലനം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം എല്ലാവരും ഒരു വർഷം ബാബ പറയുന്ന ശ്രീമത്തൊക്കെ പാലിച്ച് അത് വല്ല ബാബയെ കാണാൻ പോവുകയാണല്ലോ. അപ്പൊ അത് വളരെ ഇതാണെന്ന് ബാബ പറയുന്നത്. എത്ര സ്നേഹത്തോടെയാണ് അവര് ബാബയുടെ അടുത്തേക്ക് ഓടി ഓടി വന്നിരിക്കുന്നത്. പിന്നീട് ബാബ പറയാ, ബാബയുടെ ഹാളില്, ഡയമണ്ട് ഹാളില്, ആ ഡയമണ്ട് ഹാളിലും മിലനം ആഘോഷിക്കാൻ വേണ്ടി എത്ര പരിശ്രമത്തോടെ, എത്ര സ്നേഹത്തോടെ, ഉറങ്ങാൻ മറന്ന്, ഉറക്കത്തെ മറന്ന്, ദാഹത്തെ മറന്ന് ഫസ്റ്റ് നമ്പറിൽ അടുത്തിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യും. ബാബ വരുന്നത് 6:30. 2 മണി മുതലേ അവിടെ ആൾക്കാർ അവിടെ ഇരിക്കാൻ തുടങ്ങും. ആ 2 മണി മുതൽ അവര് ബാബ വന്ന് പോണവരവിടെ ഇരിക്കും. അത്രയും മണിക്കൂറുകളാണ്. അപ്പൊ അതാണ് ബാബ പറയുന്നത്, സ്നേഹത്തോടെ അവരെ ഉറക്കവും വിട്ട്, ദാഹവും ദാഹവും ഒക്കെ വിട്ടിട്ട്, അതൊന്നും അല്ല അവർക്ക് ഓർമ്മ. എന്താണ് അവർക്ക് ബാബയെ കാണും, മുന്നിൽ നിന്ന് ബാബയുടെ ദൃഷ്ടി എടുത്ത്, അങ്ങനെ അവർ ആ ഒരു ലഹരിയിലാണ്. എന്നിട്ട് ബാബ പറയാം, അതിനുവേണ്ടി കുട്ടികൾ എത്രയാ പരിശ്രമിക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പൊ ബാബ്ദാദ കാണുന്നുണ്ട്, കുട്ടികൾ ഓരോരുത്തരും ചെയ്യുന്നത് കാണുന്നുണ്ട്, കുട്ടികൾ എന്തെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുഴുവൻ ഡ്രാമയും ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബാബ പറയണ, ബാബ്ദാദ കുട്ടികളുടെ സ്നേഹത്തില് അർപ്പണമാവുകയാണ്. കുട്ടികളുടെ സ്നേഹം കാണുമ്പോൾ ബാബയ്ക്ക് ഇങ്ങനെ കുട്ടികളിൽ ഇങ്ങനെ അർപ്പണമാവാൻ തോന്നുകയാണ്. ഇതും എന്നിട്ട് ബാബ പറയാ, കുട്ടികളോട് ബാബ പറയാണ്, എങ്ങനെയാണോ സാകാരത്തിൽ നിങ്ങൾ മിലനം ചെയ്യാൻ വേണ്ടി ഓടി ഓടി വരുന്നത്, സാകാരത്തിൽ മധുബനിൽ പോയിട്ട് ബാബയെ നേരിട്ട് കാണാൻ ഓടി ഓടി വരുന്നത്, അതേപോലെ ബാബ പറയാണ്, തീവ്ര പുരുഷാർത്ഥം ചെയ്തിട്ട് ബാബയ്ക്ക് സമാനമായി മാറാനും കൂടെ ഓടണം. അപ്പൊ പ്രാക്ടിക്കലി ബാബയെ കാണാൻ വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം. ആ ഒരു ദിവസം കഴിഞ്ഞല്ലോ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? തീവ്ര പുരുഷാർത്ഥം ചെയ്തിട്ട് ബാബയ്ക്ക് സമാനമായിട്ട് മാറും. അതിനും കൂടെ വേണ്ടി ഓടണമെന്ന് ബാബ പറയാം. അതിനുവേണ്ടി പരിശ്രമിക്കണം നമ്മൾ. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ബാബ ചോദിക്കാം. ഏതിനെക്കുറിച്ച്? ബാബയ്ക്ക് സമാനമായിട്ട് മാറണം, അതിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. ഏറ്റവും മുന്നില് ഫസ്റ്റ് നമ്പർ കിട്ടണം. എല്ലാവരും അങ്ങനെയാണ്, മുന്നിലിരിക്കാൻ വേണ്ടി എല്ലാവരും അല്ലേ, വളരെ ഇങ്ങനെ നേരത്തെ വന്നിരിക്കും, നേരത്തെ വന്ന് സീറ്റൊക്കെ പിടിക്കും. അപ്പൊ ബാബ പറയാണ്, എല്ലാവർക്കും ഒന്നും അങ്ങനെ കിട്ടില്ല. എല്ലാവർക്കും ബാബയെ കാണാൻ പറ്റുമോ? എല്ലാവർക്കും ബാബയെ കാണാൻ പറ്റില്ലല്ലോ അല്ലേ? അതുകൊണ്ടാ ബാബ എല്ലാവർക്കൊന്നും ഈ ഭാഗ്യം കിട്ടില്ല എന്ന് ബാബ പറയാം. ഇവിടെ സാകാരി ലോകമാണ്, കാരണം ഇത് പ്രാക്ടിക്കലാണല്ലോ, സാകാരി ലോകമാണല്ലോ. അപ്പൊ സാകാരി ലോകത്തില് നിയമം വെക്കുക തന്നെ വേണമെന്ന് ബാബ പറയാം. സാകാരി ലോകത്തിൽ നിയമം വെക്കുക എന്ന് വെച്ചാൽ എന്താ? മധുബനിൽ നമ്മൾ പോകുമ്പോൾ 20,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോളാണ്. അതിൽ വന്നിട്ട് 8, 10, 12 ഡോർ ഉണ്ട്. 12 ഡോറാണ്. അപ്പം 12 ഡോറിൽ ഓരോരോ ഡോറിലൂടെ ഓരോരുത്തർക്ക് കിടക്കാൻ പറ്റുക. ഫസ്റ്റ് ഡോറിലൂടെ വലിയ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ്, അത് കഴിഞ്ഞ് സെക്കൻഡ് ഡോറിലൂടെ ഫോറിനേഴ്സ്, തേർഡ് ഡോറിലൂടെ സിസ്റ്റേഴ്സ്, അങ്ങനെ ഓരോ നിയമമുണ്ട്. അതേപോലെ 4ാമത്തതിൽ അങ്ങനെ അങ്ങനെ കാറ്റഗറി ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ബാബ പറയാണ്, സാകാരത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ നിയമം വെച്ചിട്ടൊക്കെ വെക്കേണ്ടി വരുമെന്ന് ബാബ പറയാണ് അല്ലേ. അപ്പം ബാബ അത് അങ്ങനെ ഒരു നിയമം വെക്കേണ്ടി വരും, സാകാര ലോകമാണല്ലോ.
അപ്പൊ ബാബ്ദാദ ആ സമയത്ത് ചിന്തിക്കാറുണ്ട്. എന്താ ചിന്തിക്കുന്നേ? എല്ലാവരും മുന്നിലിരിക്കുക, ഇത് നടക്കോ? എല്ലാവർക്കും മുന്നിലിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവരും മുന്നിലിരിക്കുക, അത് സാധ്യമാണോ എന്ന് ബാബ ചോദിക്കാം. എന്നിട്ട് ബാബ പറയുകയാണ്, എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 20,000 പേരിരിക്കുന്ന ഹോളാണ്. അപ്പൊ 20,000 പേര് എന്ന് പറയുമ്പോൾ ലാസ്റ്റിലാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക. ബാബ പറയാം, ഏറ്റവും പുറകെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും ബാപ്ദാദയുടെ കണ്ണുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവസാനം ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാം. അവസാനമാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ ഭഗവാന്റെ കണ്ണില് അല്ലേ കാണാൻ ഇരിക്കുന്നത്, ഭഗവാന്റെ കണ്ണിലാണ് ഇരിക്കുന്നത്. അതായത് കണ്ണിലെ മണിയാണ്, രത്നമാണെന്ന് പറയാം. അറിയില്ലേ, കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുമല്ലോ. അതേപോലെ ഭഗവാന്റെ കണ്ണിലെ രത്നമാണ് നമ്മൾ കുട്ടികള്. പുറകിലിരിക്കുന്നവരൊക്കെ കേട്ടോ എന്ന് ബാബ ചോദിക്കാൻ. കാരണം 20,000 പേരിരിക്കുന്ന ഹോളല്ലേ. അപ്പോൾ അവിടെ ഇടയിൽ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ടാവും. സ്റ്റേജൊന്നും ശരിക്കും കാണാൻ പറ്റില്ല, കാണുമെങ്കിലും ഒന്നും വ്യക്തമാവില്ല, ഒക്കെ ഇങ്ങനെ പൊടിയായിട്ട് കാണുള്ളൂ. 20,000 പേരുടെ ബാക്കല്ലേ. അപ്പോൾ ഇടയിൽ ഇങ്ങനെ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ബാബ ചോദിക്കണേ, പിന്നിലുള്ളവരൊക്കെ കേട്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞത് എന്ന്. അപ്പം നിങ്ങൾ ആരും പിന്നിലല്ല, ദൂരെയല്ല, നിങ്ങളെല്ലാവരും എൻ്റെ സമീപത്ത്, ഭഗവാന്റെ സമീപത്താണ് എല്ലാവരും. ശരീരം കൊണ്ട് നിങ്ങൾ പുറകിലായിരിക്കും, ശരീരം കൊണ്ട് നിങ്ങൾ പുറകിലായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ആത്മാവ് ഏറ്റവും സമീപത്താണ്. അപ്പൊ ശരീരം ദൂരെയാണെങ്കിലും ആത്മാവ് എവിടെയാ? അടുത്താണ്. അതാണ് ബാബ പറയുന്നത്. അപ്പൊ ബാബ്ദാദ ഏറ്റവും കൂടുതൽ പുറകിലിരിക്കുന്നവരെയാണ് നോക്കുന്നത് എന്ന് പറയാം. ബാബ്ദാദ ഏറ്റവും കൂടുതൽ ആരെയാ നോക്കുന്നേ? പുറകിലിരിക്കുന്നവരെയാണ് നോക്കുന്നത്. നോക്കൂ, അടുത്തിരിക്കുന്നവർക്ക് ഈ സ്ഥൂല കണ്ണുകളിലൂടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. 20,000 പേരിരിക്കുന്ന ഹോളില് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് ഈ കണ്ണുകൊണ്ട് ശരിക്കും ബാബയെ കാണാൻ പറ്റും അല്ലേ. ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല, ഒരു പൊടിയേ കാണുള്ളൂ. അപ്പൊ അവർ സ്ക്രീനിലൂടെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, മുന്നിലിരിക്കുന്നവർക്ക് ഈ കണ്ണുകൊണ്ട് ബാബയെ കാണാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ബാബ പറയാ, പുറകിലിരിക്കുന്നവർക്കോ ഈ കണ്ണുകളിലൂടെ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബാബ്ദാദയുടെ കണ്ണുകളിലാണ് നമ്മൾ ലയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഭഗവാന്റെ കണ്ണിൽ ആര് ലയിച്ചിരിക്കുന്നുണ്ട്? നമ്മൾ ലയിച്ചിരിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, ബാബ്ദാദ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക, ബാബ്ദാദ പുഞ്ചിരിക്കുകയാണ്. അതേപോലെ ബാബ പറയാണ്, ലൈനിൽ അതായത് 2 മണി ആയി കഴിഞ്ഞാൽ ഹോളിൻ്റെ വാതിൽ തുറക്കും. 2 മണിക്കാണ് വാതിൽ തുറക്കുക. അപ്പം 2 മണി ആയാൽ അപ്പം ലൈന് നിൽക്കാൻ തുടങ്ങും. അങ്ങനെയാണ് 2 മണിക്ക് നമ്മുടെ ഡയമണ്ട് ഹോളിൻ്റെ വാതിൽ തുറക്കും. അപ്പോഴേക്ക് കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുളിച്ച് സുന്ദരി കുട്ടികളായിട്ട് നല്ല ബാബയെ കാണാനുള്ള ഒരു ലഹരിയിൽ അവർ ഓരോ ഡോറിൻ്റെ പുറകിലും അവർ ക്യൂ നിൽക്കും. ആ ഡോറുകൾ എപ്പോഴാണ് തുറക്കണം നോക്കിയിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങുമെന്ന് ബാബ പറയാണ്. അപ്പം ബാബ്ദാദ മനസ്സിലാക്കുന്നുണ്ട്, കുട്ടികൾ നിന്ന് ക്ഷീണിക്കുന്നുണ്ട് എന്നൊക്കെ ബാബയ്ക്ക് അറിയാമെന്ന് പറയാം. കുട്ടികൾ 2 മണിക്ക് തുറക്കണ ഡോറിൽ ചിലവർ 1 മണിക്കും 1:30 ആകുമ്പോഴത്തേക്കും നല്ല 2 മണിക്ക് തുറക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കയറി ഇരിക്കണ്ടേ. അപ്പോൾ ബാബ പറയാണ്, ബാബ്ദാദ മനസ്സിലാക്കുന്നുണ്ട്, കുട്ടികളുടെ കാലുകൾക്കൊക്കെ ഒരു ക്ഷീണം വന്നിട്ട് നിന്ന് ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് ബാബയ്ക്ക് അറിയാം. അപ്പോൾ ബാബ പറയുകയാണ്, ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും സ്നേഹത്തോടെ മസാജ് ചെയ്ത് കൊടുക്കുമെന്ന് പറയും.
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന് നമ്മളോടുള്ളൊരു സ്നേഹമാണ്. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇത്രയും ലഹരി കാണിക്കുന്നത്. അപ്പോൾ ബാബ എന്താ പറയണേ? അതിലിനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാലേ ഞാൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാമെന്ന്, മസാജൊക്കെ ചെയ്തു തരാമെന്ന് ബാബ പറയാം. അതായത് നമ്മൾ പറയില്ലേ കാലുകൾക്കൊരു മസാജ് ഉണ്ട്. കാലുകൾ നിന്ന് വരുമ്പോൾ ക്ഷീണം വരും കാലുകൾക്കൊരു മസാജ് ഉണ്ട്. അപ്പൊ ബാബ്ദാദയുടെ മസാജ് നിങ്ങൾ കണ്ടിട്ടില്ലേന്ന് ബാബ ചോദിക്കാം. ഭഗവാന്റെ മസാജ് നിങ്ങൾ കണ്ടിട്ടില്ലേന്നാ ബാബ ചോദിക്കണേ. എങ്ങനെയാണ്? വളരെ വേറിട്ടതും വളരെ സ്നേഹിയുമാണ്. ഭഗവാൻ അത്രയും തലോടാണ്. ഭഗവാൻ നമ്മളെ പോലുള്ള ഒരു ഇതല്ലല്ലോ, അല്ലേ? ന്യാരാ പ്യാരയാണെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, നോക്കൂ, ഇപ്പോൾ ഈ സീസണിൽ ലാസ്റ്റ് ചാൻസാണ്. കാരണം മാർച്ച് 30 ലാസ്റ്റ് ബാബ വരുന്ന സമയമായിരുന്നു. അവസാനത്തെ ടേൺ ആയിരുന്നു അത്. ഇനി പിന്നെ നെക്സ്റ്റ് ഇയറേ വരുള്ളൂ. അപ്പം ലാസ്റ്റ് സീസണിൽ ലാസ്റ്റ് ചാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തു നിന്നും കുട്ടികൾ ഓടി 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 ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ബാബയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നല്ല കാര്യമെന്ന് ബാബ പറയാം. 4 ഭാഗത്തുനിന്നും ബാബയുടെ അടുത്തോടി വന്നുല്ലോ. നല്ല കാര്യം. ബാബയുമായിട്ട് മിലനത്തിൻ്റെ ആ ഉണർവും ഉത്സാഹവും, കാരണം ഭഗവാനെ കാണാൻ പോവുകയാണ്. ആ ഒരു ബാബ്ദാദയുടെ മിലനത്തിൻ്റെ ഉണർവും ഉത്സാഹവും എല്ലാം കുട്ടികളിൽ സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം. സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ്ദാദ കുട്ടികളെ ഒരു സെക്കൻഡ് പോലും മറക്കില്ല. ബാബ്ദാദ എപ്പോഴും കുട്ടികളെ കുറിച്ച് ചിന്തിക്കും. ഒരു സെക്കൻഡ് പോലും ബാബ്ദാദ ആരെ മറക്കില്ല? കുട്ടികളെ മറക്കില്ല എന്ന് ബാബ പറയാണ്. അച്ഛൻ ഒന്നേയുള്ളൂ, കുട്ടികളോ കുറേ ഉണ്ട് എന്ന് ബാബ പറയാം. അച്ഛൻ ഒന്നേയുള്ളൂ, കുട്ടികൾ അനേകമുണ്ട് എന്ന് ബാബ പറയാം. എന്നാൽ ബാബ പറയാ അനേക കുട്ടികൾ, ഈ അനേക കുട്ടികളെയും ഒരു സെക്കൻഡ് പോലും ബാബ മറക്കും. കുറേ കുട്ടികളുണ്ടെന്ന് വിചാരിച്ചിട്ടേ എല്ലാവരെയും ഒന്നും ഒരുമിച്ച് ഓർമ്മിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എത്ര കുട്ടികളുണ്ടെങ്കിലും കുട്ടികളെയൊന്നും ഭഗവാൻ മറക്കില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കളഞ്ഞു പോയി കിട്ടിയതാണ്. ഇത്രയും ഓമനയായിട്ട് കളഞ്ഞു പോയതല്ലേ? എത്ര കാലമായി? 5000 വർഷമായില്ലേ കളഞ്ഞു പോയിട്ട്, അല്ലേ? കളഞ്ഞു പോയിട്ട് കിട്ടിയതാണ് എന്ന് ബാബ പറയാണ്. നോക്കൂ, എവിടെ നിന്നെല്ലാമാണ് കുട്ടികൾ വന്നിരിക്കുന്നത്? ദേശവിദേശങ്ങളിൽ നിന്ന്, ഓരോ കോണുകളിൽ നിന്ന്, അല്ലേ? ബാബ തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഓരോ കോണുകളിൽ നിന്നല്ലേ ബാബ നമ്മളെ തിരഞ്ഞെടുത്തേ. ഇപ്പം നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ബ്രഹ്മകുമാരി ഉണ്ടോ? നമ്മളുടെ വീടിന് ചുറ്റും എത്ര വീടുകളുണ്ട്. അവിടെ നിന്ന് എന്തേ ആരും ബാബയെ അറിഞ്ഞില്ല? ആ ഏരിയയിൽ നിന്ന് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ബാബയുടെ വീട്ടിൽ. അപ്പം അതാ ബാബറിനെ കോണുകളിൽ നിന്ന് ഓരോരുത്തരെ ഇങ്ങനെ പെറുക്കിയെടുക്കണം. ബാബ അന്വേഷിച്ചെടുക്കുകയാണ്. എന്നിട്ട് ബാബ ചോദിക്കുക, നിങ്ങൾ ബാബയെയാണോ അന്വേഷിച്ചത് അതോ ബാബ നിങ്ങളെയാണോ അന്വേഷിച്ചത് എന്ന് ബാബ ചോദിക്കും. എന്താ സംഭവിച്ചത്? ബാബ നമ്മളെ അന്വേഷിച്ചു വന്നു. ഇതാ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, അല്ലേ? ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതാ അല്ലേ, നിങ്ങൾ വരണം എന്ന് പറയുകയാണ്. അപ്പം ബാബ പറയാ, നിങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴൊന്നും നിങ്ങൾക്ക് ഭഗവാനെ കിട്ടിയില്ല, അല്ലേ? അതേപോലെ ബാബ പറയാ, വ്യത്യസ്തമായിട്ടുള്ള ദേശങ്ങളിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന്, പല പല സ്ഥലങ്ങളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ വന്നിരിക്കാം. എല്ലാ 140 രാജ്യങ്ങളിലുണ്ട് ബാബയുടെ മക്കൾ, അല്ലേ? പല പല ദേശങ്ങളിൽ നിന്ന്, കോണുകളിൽ നിന്ന് ബാബയുടെ കുട്ടികൾ വന്നിരിക്കുകയാണ്. എന്നിട്ട് ബാബ പറയാ, അവിടെ നിന്നാണ് അന്വേഷണം. എവിടെയൊക്കെ ബാബയുടെ കുട്ടികളുണ്ടോ അവിടെ ബാബ അന്വേഷിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ,
100 വീട്ടിൽ നോട്ടീസ് കൊടുത്താൽ ചിലപ്പോൾ അത് ഒരാൾ ബാബയുടെ കുട്ടിയാവും. ഒരു വീട്ടിലത്തെ ഒരാളെ ബാബയുടെ കുട്ടി ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അത് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? 100 പേർക്ക് നോട്ടീസ് ഇടണം. 100 വീടുകൾക്ക് കൊടുത്താൽ ഒരാളെ ഉണ്ടാവുള്ളൂ അതിൽ ബാബയുടെ കുട്ടി. അത്ര തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഒരു പാട്ട് പാടുമല്ലോ. ഒരു പാട്ടുണ്ട് ബാബയുടെ, ഭഗവാനെ അങ്ങ് വന്ന് അങ്ങയുടെ കുട്ടിയാക്കി മാറ്റിയല്ലോ. ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ച ഈശ്വരൻ എന്നെ തൻ്റെ കുട്ടിയാക്കി മാറ്റി. അങ്ങനെ ഒരു പാട്ട് ഹിന്ദിയിലുണ്ട്. അപ്പം അതാണ് ബാബ പറയുന്നത്. പാട്ട് പാടാറില്ലേ? ഞാൻ ബാബയുടെ, ബാബ എൻ്റെ. ഞാൻ ബാബയുടെ, ബാബ എൻ്റെ. അതിൽ ബാബ പറയാണ്, ജാതി നോക്കിയില്ല, ജാതി നോക്കിയില്ല, ദേശം നോക്കിയില്ല, കളറ് നോക്കിയില്ല. ഇത് കറുപ്പാണ്, ഇത് വെളുപ്പാണ്, ഇവർ ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ്, സിഖാണ്, ബംഗാളിയാണ്, നേപ്പാളിയാണ്, ഒന്നും നോക്കിയില്ല ഭഗവാൻ. കറുപ്പും വെളുപ്പും നോക്കിയില്ല. ഇവർ ഇന്ത്യക്കാരനാണ് അല്ലേ, അല്ലെങ്കിൽ ഇവർ മറ്റേ ആളാണ്, ഇവർ ഫോറിനറാണ്, അങ്ങനെ നോക്കിയില്ല. ഇവർ ബംഗാളിയാണ്, ഇവർ കേരളക്കാരാണ്, അങ്ങനെ ഒന്നും ബാബ നോക്കിയിട്ടില്ല. എല്ലാവരുടെയും മസ്തകത്തിൽ ഒരേ ഒരു ആത്മീയ തിളക്കമാണ് നോക്കിയത്. എല്ലാവരുടെ മസ്തകത്തിൽ നോക്കുമ്പോൾ ഒരു തിളക്കം, ആ തിളക്കമാണ് ഭഗവാൻ നോക്കിയത് എന്ന് ബാബ പറയാം. അതായത് അതാണ് ജ്യോതി ബിന്ദു. ആ ജ്യോതി സ്വരൂപത്തെയാണ് ഭഗവാൻ നോക്കിയത്. അതുകൊണ്ടാണ് പറയില്ലേ, ഈ ഒരു ജ്യോതി സ്വരൂപത്തിന് ഹിന്ദു എന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ ഇല്ല. നമ്മളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഹിന്ദു ആത്മാവ്, മുസ്ലിം ആത്മാവ്, ക്രിസ്ത്യൻ ആത്മാവ്? അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയാറില്ല. അപ്പം അതുകൊണ്ടാണ് ബാബറെ എല്ലാവരും ഒരു ലൈറ്റായിട്ടാണ് ഭഗവാൻ കണ്ടത്. എന്നിട്ട് ബാബ ചോദിക്കുക, ഡബിൾ ഫോറിനേഴ്സ് എന്താ മനസ്സിലാക്കണേ എന്ന് ബാബ ചോദിക്കും. ഫോറിനേഴ്സിനെ കുറിച്ച് പറയുന്നത്, അവർ ഡബിൾ ഫോറിനേഴ്സ് ആണല്ലോ. എന്താ മനസ്സിലാക്കണേ? ബാബ നോക്കി ജാതി നോക്കിയിട്ടുണ്ടോ? ബാബ ജാതി നോക്കിയിട്ടാണോ? ഇവര് കറുത്തതാണ്, വെളുത്തതാണ്, ശ്യാമനാണ്, സുന്ദരനാണ്, അങ്ങനെയൊന്നും ബാബ നോക്കിയില്ല. ബാബ എന്താ നോക്കിയത്? ഇത് എൻ്റെയാണോ? അത്ര നോക്കിയത്. ഈ കുട്ടി എൻ്റെ കുട്ടിയാണോ എന്ന് മാത്രമേ ബാബ നോക്കിയുള്ളൂ. വേറെ ഒന്നും ഭഗവാൻ നോക്കിയില്ല. അപ്പൊ ബാബ ചോദിക്കുകയാണ്, അപ്പ പറയേ, നിങ്ങൾക്കാണോ ബാബയോട് സ്നേഹം, അത് ബാബയ്ക്കാണോ നിങ്ങളോട് സ്നേഹം? അതാ ബാബ ചോദിക്കും. ശരിക്കും ഇവിടെ ആർക്കായിരുന്നു ആദ്യം സ്നേഹം വന്നത്? ബാബയ്ക്കാണ് കുട്ടികളോട് സ്നേഹം വന്നത്. നമുക്ക് പെട്ടെന്ന് അങ്ങ് ബാബയുടെ സ്നേഹം വന്നോ? ഇല്ല. നമ്മളെ ക്ലാസ് കേട്ട് മനസ്സിലാക്കി ഇത് ശരിയാണോ തെറ്റാണോ ഇങ്ങനെയുണ്ടോ ഇങ്ങനെയൊക്കെ ആലോചിച്ച് പിടിച്ച് അനുഭവമൊക്കെ വന്നപ്പോഴല്ലേ സ്നേഹിക്കാൻ തുടങ്ങിയത്. ബാബ അങ്ങനെയല്ലേ? ബാബ നമ്മളെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇതെൻ്റെ കുട്ടിയാണ് കേട്ടോ, എന്തതിനങ്ങ് എടുത്തേക്കാം. അപ്പം മുതലേ ബാബയ്ക്ക് നമ്മളോട് സ്നേഹം തോന്നി. എന്നിട്ട് ബാബ പറയാ, ആർക്കാ സ്നേഹം ഇതിൽ എന്ന് ബാബ ചോദിക്കാം. എന്നിട്ട് ബാബ പറയാ, 2 പേർക്കും സ്നേഹമുണ്ട്. അച്ഛന് കുട്ടികളോടും ഉണ്ട്, കുട്ടികൾക്ക് അച്ഛനോടും ഉണ്ട്. 2 പേർക്കും സ്നേഹമുണ്ട്. കുട്ടികളും ഉത്തരം കൊടുക്കുന്നതിൽ സമർത്ഥരാണെന്ന് ബാബ പറയാം. അച്ഛൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിൽ കുട്ടികൾ സമർത്ഥരാണ്. എന്നിട്ട് എന്താ പറയണത്? ബാബ അങ്ങ് തന്നെയാണ് എന്ത് പറയുന്നത്? സ്നേഹമാണ് സ്നേഹത്തെ ആകർഷിക്കുന്നത്. നമ്മൾ ഒരാളെ അങ്ങോട്ട് സ്നേഹിക്കുമ്പോഴാണല്ലോ അവരുടെ സ്നേഹം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് അല്ലേ? സ്നേഹമാണ് സ്നേഹത്തെ ആകർഷിക്കുന്നത്. അപ്പോൾ ബാബ പറയാ, അങ്ങയുടെ സ്നേഹം, ഭഗവാന്റെ സ്നേഹമാണ് ഞങ്ങളെ അങ്ങയിലേക്ക് ആകർഷിച്ചത്. കാരണം ബാബയെ കിട്ടി, ബാബയിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ കിട്ടി. അപ്പം നമുക്ക് ബാബയോടൊരു സ്നേഹമൊക്കെ വന്നു അല്ലേ? അപ്പം അതുകൊണ്ടാണ് ബാബ പറയണേ, കുട്ടികൾ വളരെ സമർത്ഥരാണ്. കുട്ടികൾ വളരെ സമർത്ഥരാണ്. അതേപോലെ ബാബയ്ക്ക് ഇത്രയും സന്തോഷമുണ്ട്. എന്താണ്? ഇത്രയും ധൈര്യവും ഉണർവും ഉത്സാഹവും വയ്ക്കുന്ന കുട്ടികളാണ്. ഇത്രയും ധൈര്യവും ഉണർവും ഉത്സാഹവും വയ്ക്കുന്ന കുട്ടികളാണ്.
ബാബ്ദാദയുടെ അടുത്ത് ബാബ പറയാൻ ചില കുട്ടികൾ 15 ദിവസത്തിൻ്റെ ചാർട്ട് 15 ദിവസത്തിൻ്റെ ചാർട്ടിൻ്റെ റിസൾട്ട് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പറയും. 15 ദിവസം ചാർട്ട് എഴുതിയതിൻ്റെ ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാബയുടെ അടുത്ത്. അപ്പോൾ ഒരു കാര്യം ബാബ്ദാദ 4 ഭാഗത്തുള്ളവരുടെയും റിസൾട്ട് നോക്കി. ഈ ഒരു കാര്യം തന്നെ 4 ഭാഗത്തുള്ള കുട്ടികളുടെ റിസൾട്ട് നോക്കി. അപ്പോൾ ബാബ പറയാം മെജോറിറ്റി കുട്ടികൾക്ക് അറ്റൻഷൻ വേണം. മെജോറിറ്റി കുട്ടികൾക്ക് എന്ത് വേണം? അറ്റൻഷൻ വേണം. അപ്പം അതിൽ ബാബ പറയാണ് പെർസെൻറ്റേജിൽ സ്വയത്തിൽ എത്ര വേണം എന്ന് ആഗ്രഹിക്കുന്നു അത്രയില്ല. അതായത് എനിക്ക് എൻ്റെ മേൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധ വേണം, ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല. ആഗ്രഹമൊക്കെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം, ബാബ പറയണ പോലെയൊക്കെ അങ്ങനെ ആകണം എന്ന്. പക്ഷെ നോക്കുമ്പോൾ അതിൽ പെർസെൻറ്റേജ് കാണാനുണ്ട്. അതാണ് ബാബറിൻ്റെ പെർസെൻറ്റേജിലാണ് അവിടെ കാണുന്നത്. അറ്റൻഷൻ ഇല്ല, പോരാന്ന് പറയാണ്. എന്നിട്ട് ബാബ പറയാ അറ്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ മനസ്സ് എന്ന് പറയും. മനസ്സും കൂടെയാണ് ചേരുക, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം ബാബ പറയാണ് നിങ്ങൾ തീവ്ര പുരുഷാർത്ഥി കുട്ടികളായിട്ട് മാറും. ഇതിനു വേണ്ടി നമ്മൾ തീവ്ര പുരുഷാർത്ഥി കുട്ടികളായിട്ട് മാറണം. അങ്ങനെ കുട്ടികൾ തൻ്റെ പ്രതിജ്ഞയൊക്കെ പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകണം എന്ന് ബാബ പറയാം. അപ്പം ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി വേണം നമ്മൾ പരിശ്രമിക്കാൻ. അപ്പം നമുക്ക് നമ്മളിൽ അത്ര അറ്റൻഷൻ കൊടുക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. എന്നിട്ട് ബാബ പറയാ നമ്മൾ നമ്മുടെ പ്രതിജ്ഞയെ നമ്മുടെ ലക്ഷ്യത്തെ നമുക്ക് നേടണമല്ലോ, അതിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് പോയി അവസാനം എവിടെ എത്തും? ലക്ഷ്യത്തിലെത്തും. അപ്പം ലക്ഷ്യത്തിലെത്തുന്നവരേക്ക് നമ്മൾ ഈ യാത്ര എന്ത് ചെയ്യണം? തുടരണം, മുന്നോട്ട് പോകണമെന്ന് ബാബ പറയാണ്. ലക്ഷ്യത്തിലെത്തുന്നവരേക്ക് നോക്കണം. എന്നിട്ട് ബാബ പറയാ മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്തണം. പക്ഷേ ബാബ പറയാ വളരെ കുറച്ച് കുട്ടികളാണ് പോകുന്നത് ലക്ഷ്യത്തിൽ. കുറേ കുട്ടികൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അലസതയിലും ആലസ്യത്തിനും, അതായത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ഇപ്പോഴും അലസതയ്ക്കും ആലസ്യത്തിനും വശപ്പെട്ട് അറ്റൻഷൻ കുറച്ചാണ് കൊടുക്കുന്നത്. അറ്റൻഷൻ ഇല്ല, ഒരു അലസത, ഒരു ആലസ്യം, അത് അറ്റൻഷൻ്റെ കുറവാണ്. അപ്പം അങ്ങനെ കുറേ കുട്ടികൾ ഇപ്പം ഉണ്ടെന്ന് ബാബ പറയുകയാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ വിശേഷ സ്ലോഗനാണ് അതിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ അതിപ്പോൾ ദേഷ്യമൊക്കെ വരില്ലേ? സ്വാഭാവികമല്ലേ, ദേഷ്യം വരാതിരിക്കും? അതിപ്പോൾ സ്വാഭാവികമായിട്ട് വരുമല്ലോ. അപ്പം അവരിങ്ങനെ പറയാണ് അതൊക്കെ പിന്നെ അങ്ങനെ സംഭവിക്കും. പോവണ്ടെങ്കിൽ അത്ര സത്യത്തിൽ പോവണ്ടെങ്കിൽ പോകണ്ട, അത്ര നിർബന്ധമൊന്നുമില്ല അല്ലേ. അങ്ങനെ വളരെ ഈസി ആയിട്ട് പറയുമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ കുട്ടികൾ അങ്ങനെയൊക്കെയാണ് ബാബയോട് പറയുന്നത്. പിന്നെ ബാബ പറയാ എന്തായാലും ഇപ്പോൾ ഡ്രാമ അനുസരിച്ച് സംഭവിക്കണം. പിന്നെ നമ്മളെന്തിനാ ഈ ഓടി പഠിച്ച് ഇതൊക്കെ ചെയ്യാൻ നിൽക്കണേ? അപ്പം ബാബ പറയണ സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കുമല്ലോ, പിന്നെ എന്തിനാ അപ്പം ഇങ്ങനെ ഓടിപ്പടിക്കാൻ നിൽക്കണേ? അപ്പം പറയും ഇത് അലസതയുടെ അടയാളമാണ്. നമ്മളങ്ങനെ ചിന്തിക്കരുത്. എനിക്ക് 100 മാർക്ക് വാങ്ങണം, ലക്ഷ്മി നാരായണൻ ഒന്നല്ലേ ഉള്ളൂ, എന്തായാലും നമ്മളതാവില്ല, പിന്നെ വെറുതെ എന്തിനാ കഷ്ടപ്പെടാൻ പോണേ? അങ്ങനെ ചിന്തിക്കരുത്. എനിക്കും ലക്ഷ്മി നാരായണൻ ആവണം, 100 മാർക്ക് വാങ്ങണം, അങ്ങനെ ചിന്തിക്കണമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ എനിക്ക് പോവുക തന്നെ വേണം, എനിക്ക് ആവുക തന്നെ വേണം.
ഇതാണ് തീവ്ര പുരുഷാർത്ഥി എന്ന് ബാബ പറയാം. പറ്റണ പോലെയൊക്കെ പുരുഷാർത്ഥം ചെയ്യാം, എത്തിയാത്തട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, അങ്ങനെ വിചാരിക്കണം. അത് അലസതയാണെന്ന് ബാബ പറയാണ്. ബാബ്ദാദ ഒരുപാട് പ്രതിജ്ഞകളൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് ബാബ പറയാം. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ പ്രതിജ്ഞയൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ടാവും. ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും ബാബ, നാളെ മുതൽ തുടങ്ങാൻ പോവാണ്, ഞാൻ നല്ല പുരുഷാർത്ഥമൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പൊ ബാബ പറയാണ്, കുട്ടികള് ഈ പ്രതിജ്ഞയൊക്കെ ഉണ്ടല്ലോ, പ്രതിജ്ഞയൊക്കെ ഇത്രയും നന്നായിട്ട് ധൈര്യത്തോടെയൊക്കെ ചെയ്യുന്നുണ്ടോ? പ്രതിജ്ഞ ചെയ്യാനൊക്കെ നല്ല കഴിവൊക്കെ ഉണ്ട്, ധൈര്യത്തോടെ പ്രതിജ്ഞയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ബാബ്ദാദയ്ക്ക് ദിൽഖുഷ് മുട്ടായൊക്കെ കൊടുക്കുന്നു. പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത്, അയ്യോ ബാബ, നാളെ മുതൽ ഞാൻ മാറാൻ പോവാണ്, നാളെ മുതൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാബയ്ക്ക് അങ്ങനെ സന്തോഷം കൊടുക്കും. ആ പറയുന്ന സമയത്ത് ബാബയ്ക്ക് വളരെയധികം സന്തോഷം കൊടുക്കുമെന്ന് പറയാം. അപ്പൊ ബാബയും ആ ദിൽഖുഷ് മുട്ടായി അങ്ങ് കഴിക്കും. കാരണം എന്തുകൊണ്ടാ? കുട്ടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായല്ലോ, ഇനിയിപ്പോൾ നാളെ മുതൽ മാറാൻ പോവുകയാണല്ലോ എന്നൊക്കെ ബാബയ്ക്ക് സന്തോഷമൊക്കെ വരും. എന്നാൽ എന്താ ബാബ പറയണേ? പുരുഷാർത്ഥം ഇപ്പൊ പ്രതിജ്ഞയൊക്കെ ചെയ്തു, ശരി തന്നെ, എന്നാൽ പുരുഷാർത്ഥത്തിൽ കൂടുതൽ നേട്ടമുണ്ടാവണ്ടേ? നമുക്ക് നമ്മളിലൊരു മാറ്റം നന്നായി വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജ്ഞാനത്തിൽ പിന്നെ ശ്രദ്ധിക്കണം, യോഗം കൂടുതൽ സമയം ചെയ്യണം, നമുക്ക് നമ്മുടെ മനസ്സിലും വാക്കിലും കർമ്മത്തിലും ശ്രദ്ധ കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ അല്ലേ? അപ്പം അതുകൊണ്ട് ബാബ പറയാണ്, കൂടുതൽ ശ്രദ്ധ പുരുഷാർത്ഥത്തില് കൊടുക്കണം. എന്നിട്ട് ബാബ പറയാ, അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു നേട്ടമില്ല എന്ന് ബാബ പറയാം. പിന്നെ പ്രതിജ്ഞ ചെയ്തിട്ട് എന്ത് നേട്ടമെന്ന് ബാബ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ബാബ പറയാ, നേട്ടമില്ലെങ്കിൽ പ്രതിജ്ഞയിൽ യാതൊരു സാമർഥ്യവും ഇല്ല. പ്രതിജ്ഞ ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതിന് പകരം എന്ത് വേണം? പ്രതിജ്ഞയെ പ്രാക്ടിക്കൽ കൊണ്ടുവരാനുള്ള സാമർഥ്യമാണ് നമുക്ക് വേണ്ടത് എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാണ്, നിങ്ങൾ പ്രതിജ്ഞയൊക്കെ ചെയ്തോളൂ, പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് വീണ്ടും ബാബയ്ക്ക് ദിൽഖുഷ് മുട്ടായൊക്കെ കൊടുത്തോളൂ. പ്രതിജ്ഞ ചെയ്യുമ്പോൾ ബാബയ്ക്ക് വലിയ പ്രതീക്ഷയൊക്കെ കൊടുക്കുകയും, ബാബ ഞാനിനി അങ്ങനെയൊന്നും ആവില്ല കേട്ടോ, ഞാൻ ബാബ പറയണ പോലെയൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞിട്ടേ, അപ്പം ദിൽഖുഷ് മിഠായി ബാബയെ കഴിപ്പിക്കാലോ എന്ന് പറയാണ് ബാബ. അപ്പം അതോടൊപ്പം നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നതോടൊപ്പം ബാബയ്ക്ക് ദിൽഖുഷ് മിഠായി കൊടുക്കുന്നതോടൊപ്പം തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ലഹരി അഗ്നി രൂപത്തിൽ കൊണ്ടുവരണം. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ചൂടാ, ഭയങ്കര സ്ട്രോങ് ആണല്ലോ, സെക്കൻഡിലെല്ലാം കത്തിക്കും. അപ്പൊ അതേപോലെ ബാബ പറയണ നമ്മളത്രയും സ്ട്രോങ് ആയിരിക്കും. പ്രതിജ്ഞ നിറവേറ്റണം എനിക്ക്, അതിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അതായത് ജ്വാലാമുഖിയായിട്ട് മാറണം. ജ്വാലാമുഖി എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് കൊണ്ട് അഴുക്കെല്ലാം കത്തിപ്പോണമെന്ന് ബാബ പറയാണ്. സമയമനുസരിച്ച് എന്താണോ മനസ്സിൻ്റെ അല്ലെങ്കിൽ സംബന്ധ സമ്പർക്കത്തിൻ്റെ കർമ്മക്കണക്കിലുള്ളത്, മനസ്സിൻ്റെ ആധാരത്തിൽ, അതേപോലെ സംബന്ധ സമ്പർക്കത്തിൻ്റെ ആധാരത്തിൽ എന്താണോ ഉള്ളത് അതിനെ ജ്വാലാസ്വരൂപത്തിലൂടെ ഭസ്മാക്കണം. മനസ്സിൽ എന്തെങ്കിലും വ്യർത്ഥമായ കാര്യങ്ങളോ വ്യർത്ഥ ചിന്തകളോ വരികയാണെങ്കിൽ അതൊരു കണക്കാണല്ലോ, ആ കണക്കിനെ നമ്മൾ ഭസ്മാക്കാം. ഇനി സംബന്ധ സമ്പർക്കത്തിൽ എന്തെങ്കിലും വരികയാണെങ്കിലോ അതിനെയും നമ്മൾ ഭസ്മാക്കണമെന്ന് ബാബ പറയാം. അതെന്താ അങ്ങനെ പറയണേ? സംബന്ധ സമ്പർക്കത്തിൽ നമുക്ക് ഒരിക്കലും എന്തു വരാൻ പാടില്ല? ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും വരാൻ, ഒരു മമത്വം ഒന്നും വരാൻ പാടില്ല. അതിനെയൊക്കെ നമ്മൾ കത്തിച്ചു കളയണമെന്ന് ബാബ പറയാൻ. എന്നിട്ട് ബാബ പറയാൻ, നിങ്ങൾക്ക് ലഹരി ഉണ്ടോ? അത്രയും ലഹരി ഉണ്ടോ? ഇതില് ബാബ്ദാദയും വരുന്നുണ്ട് എന്ന് ബാബ പറയാം അല്ലേ? എന്നാൽ ബാബ പറയാ, നിങ്ങള് അഗ്നി ഉണ്ടല്ലോ,
ഈ ലഹരി അഗ്നി രൂപത്തിൽ കൊണ്ടുവരണം. അഗ്നിയിലാണ് എല്ലാം കത്തിപ്പോവുക. ആ അഗ്നി രൂപത്തിൽ കൊണ്ടുവരണമെന്ന് ബാബ പറയാൻ. വിശ്വത്തില് എല്ലാ ഭാഗത്തും ഭ്രഷ്ടാചാരങ്ങളും അത്യാചാരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭ്രഷ്ടാചാരങ്ങളും അത്യാചാരങ്ങളുടെ അഗ്നിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വേറൊരു ഭാഗത്ത്, ഒരു ഭാഗത്ത് ഭ്രഷ്ടാചാരങ്ങളും അത്യാചാരങ്ങളും നടക്കുന്നു. വേറൊരു ഭാഗത്ത് നമ്മൾ കുട്ടികൾ പവർഫുൾ യോഗ ചെയ്യാം, പവർഫുള്ളായിട്ട് ഭഗവാനെ ഓർമ്മിക്കുക. അർത്ഥം എന്താണ്? ലഹരിയുടെ അഗ്നിജ്വാല, ഭഗവാന്റെ ഓർമ്മയാകുന്ന ലഹരിയുടെ അഗ്നിജ്വാലയാണ്. ഒരു ഭാഗത്ത് നമ്മൾ ബാബയുടെ മക്കള് ബാബയെ ഓർമ്മിക്കുന്നു. അപ്പൊ ബാബ പറയാണ്, ഈ ജ്വാലാരൂപം, അതായത് നമ്മൾ ഒരുപാട് പേര് ഇരുന്നിട്ട് ബാബയെ ഓർമ്മിക്കുമല്ലോ, ഈ ജ്വാലാരൂപത്തിൽ ഇരിക്കുമ്പോൾ ഈ ഭ്രഷ്ടാചാരവും അത്യാചാരത്തിൻ്റെയും അഗ്നി സമാപ്ത. അപ്പൊ നമ്മള് ബാബയുടെ മക്കള് ശരിക്കും ബാബയെ ഇരുന്ന് ഓർമ്മിക്കുമ്പോൾ അത് വിശ്വത്തിന് മുഴുവൻ എന്താണ്? നല്ലതാ. വിശ്വത്തിലെ മുഴുവൻ ഭ്രഷ്ടാചാരങ്ങളും അത്യാചാരങ്ങൾക്കൊക്കെ കുറവ് വരും. അതിനെ സമാപ്താക്കാൻ പറ്റുമെന്ന് ബാബ പറയുകയാണ്. സർവ ആത്മാക്കൾക്ക് നമുക്ക് സഹയോഗവും കൊടുക്കാൻ പറ്റും. നമ്മുടെ അടുത്ത് വരുന്നവർക്ക് മാത്രമല്ല, സർവ ആത്മാക്കൾക്ക് സഹയോഗം കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങളുടെ ലഹരി ജ്വാലാരൂപത്തിന്റെ തന്നെയാകണം, ആ പ്രകാശത്തിന്റെ ലഹരി തന്നെ ആകണം നിങ്ങൾക്ക് എന്ന് ബാബ പറയാം. അതിനർത്ഥം എന്താ? പവർഫുൾ യോഗമായിരിക്കണം. നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് ബാബയെ ഓർമ്മിക്കണമെന്ന് ബാബ പറയാം. ആ അഗ്നിയിലൂടെ എല്ലാം സമാപ്തം. ആ പവർഫുൾ യോഗാഗ്നി ഉണ്ടല്ലോ, അതിലൂടെ എല്ലാം സമാപ്തമാക്കും. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ യോഗാഗ്നി, ഒരു ഭാഗത്ത് യോഗം ചെയ്യുന്നു, വേറൊരു ഭാഗത്ത് എന്താണ്? ആത്മാക്കൾക്ക് പരമാത്മാവിൻ്റെ സന്ദേശം കൊടുക്കാം. ആത്മാക്കൾക്ക് പരമാത്മാവിൻ്റെ സന്ദേശം കൊടുക്കുന്നതിൻ്റെ ശീതള സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യും. പരമാത്മാവിൻ്റെ പരിചയം കൊടുക്കുമ്പോഴേ അവരുടെ ഉള്ളിൽ ഒരു മാറ്റം വരും, അവരുടെ ഉള്ളിൽ ശാന്തമാകും. അതായത് ശീതളതയുടെ അനുഭവം അവർക്ക് ഉണ്ടാവും എന്ന് ബാബ പറയുകയാണ്. അപ്പൊ അങ്ങനെ ശീതള ഒരു സ്വഭാവം ഉണ്ടാകുമ്പോൾ, ശീതളതയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ബാബ പറയാ, പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവം പ്രചലിതമാണ്. പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തി വൈരാഗ്യം, അങ്ങനത്തെ ആ വൈരാഗ്യമല്ല. പകരം ഒന്നിനോടും മമത്വമില്ലാത്തൊരവസ്ഥ, മോഹമില്ലാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും എന്ന് ബാബ പറയാൻ. അപ്പൊ ഒരു ഭാഗത്ത് ഭസ്മമാക്കും, വേറൊരു ഭാഗത്ത് എന്താ? ശീതളമാക്കും. ഒരു ഭാഗത്ത് ഭസ്മമാക്കും, ഒരു ഭാഗത്ത് ശീതളമാക്കും എന്ന് ബാബ പറയാൻ. അപ്പൊ പരിധിയില്ലാത്ത വൈരാഗ്യത്തിന്റെ അല പരത്തണം. ഒന്നിനോടും ആരും മമത്വം വെക്കരുത്, ഒരാൾക്കും ഒന്നിനോടും മമത്വം ഉണ്ടാകരുത്. അങ്ങനെ ആക്കി മാറ്റണം നമ്മൾ. അപ്പൊ എല്ലാവരുടെ അടുത്തും നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഒന്നിനോടും മമത്വം അരുത്, മമത്വം നമുക്ക് ദുഃഖം തരും. എന്നിട്ട് ബാബ പറയാണ്, അപ്പൊ കുട്ടികള് ബാബയോട് പറയുന്നു, ഞാൻ യോഗമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ബാബ പറയാ, ബാബയെ കൂടാതെ വേറെ ആരും യോഗം ചെയ്യരുത്, ബാബയെ കൂടാതെ വേറെ ആരെയും ഓർമ്മിക്കരുത്, അതാണ് നല്ലത് എന്ന് ബാബ പറയാണ്. ബാബയെ കൂടാതെ മറ്റാരെയും ഓർമ്മിക്കാതിരിക്കുക, ഇത് ഏറ്റവും നല്ലതാണ് എന്ന് ബാബ പറയാം. എന്നാൽ സമയമനുസരിച്ച് ഇപ്പം നമ്മൾ ജ്വാലാരൂപമായിട്ട് മാറും. സമയമനുസരിച്ച് ജ്വാലാരൂപമാകുക എന്ന് പറഞ്ഞാൽ എന്താ? ആത്മസ്മൃതിയിൽ നമ്മൾ ബാബയെ ഓർമ്മിക്കും, പ്രകാശത്തെ ഓർമ്മിക്കും. എന്നിട്ട് ബാബ പറയണ, സമയമനുസരിച്ച് ഇപ്പം നമുക്ക് ജ്വാലാരൂപമായിട്ട് മാറണം.
എന്നിട്ട് ബാബ പറയാ ഓർമ്മ ചിഹ്നത്തില് ശക്തികളെ ശക്തിയുടെ രൂപത്തില്, അതായത് സ്ത്രീ രൂപത്തെയാണല്ലോ, ദേവിമാരെയാണല്ലോ കാണിക്കുന്നത്. ഓർമ്മ ചിഹ്നത്തില് ശക്തി രൂപം, അതേപോലെ മഹാശക്തി രൂപം ദേവിമാരെ കാണിക്കുന്നതാണ്. അതേപോലെ സർവശസ്ത്രധാരികളൊക്കെ ആയിട്ട് ദേവിമാരെ കാണിക്കാറുണ്ട്. ദേവിമാർക്ക് 8 കൈകളും അതിലെല്ലാം പല വിധത്തിലുള്ള ആയുധങ്ങളും ഒക്കെ ആയിട്ട് ദേവിമാരെ കാണിക്കുമല്ലോ. അപ്പൊ ബാബ പറയാണ്, ഇപ്പോ ആ മഹാശക്തി രൂപത്തെ പ്രത്യക്ഷമാക്കണം. ഇപ്പൊ നമ്മളത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവരേണ്ട സമയമാണ്. ആ ദേവിയുടെ തിയറിയാണത്, പ്രാക്ടിക്കൽ അങ്ങനെ ആവണം എന്ന് ബാബ പറയാണ്. പാണ്ഡവരായാലും കൊള്ളാം, ശക്തികളായാലും കൊള്ളാം, അച്ഛന്മാരായാലും അമ്മമാരായാലും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതെന്ത് ചെയ്യണം, പ്രത്യക്ഷത്തിൽ കൊണ്ടുവരണമെന്ന് ബാബ പറയാണ്. കാരണം എല്ലാവരും സാഗരത്തിൽ നിന്നുണ്ടായ നദികളാണ്. അപ്പൊ നമ്മളെല്ലാവരും ജ്ഞാനസാഗരത്തിൽ നിന്നുണ്ടായ ജ്ഞാന നദികളാണ് എന്ന് ബാബ പറയാണ്. സാഗരമില്ലെങ്കിൽ നദി ഉണ്ടാകുമോ? സാഗരമാണല്ലോ അല്ലെ നദി കൊണ്ടുവരുന്നത്. സാഗരം ഇല്ലെങ്കിൽ നദി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആരാണ്? ജ്ഞാനഗംഗകളാണ്. നമ്മൾ ജ്ഞാനഗംഗകള് ഇപ്പൊ എന്ത് ചെയ്യണം? ആത്മാക്കൾക്ക് തൻ്റെ ജ്ഞാനത്തിൻ്റെ ശീതളതയിലൂടെ പാപങ്ങളുടെ അഗ്നിയിൽ നിന്ന് എല്ലാവരെയും മുക്തമാക്കും. ജ്ഞാനത്തിൻ്റെ ഗംഗ ഒഴുക്കിയിട്ടേ പാപങ്ങളുടെ അഗ്നിയിൽ നിന്ന് എല്ലാവരെയും മുക്തമാക്കും. അതാ പറഞ്ഞത്. ഇതാണ് വർത്തമാന സമയത്ത് ബ്രാഹ്മണരുടെ കർത്തവ്യം. അപ്പം എല്ലാവരും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ ശാന്തമാക്കും, ശീതളമാക്കി മാറ്റും. ഓരോ ആത്മാക്കൾക്കും ഭയങ്കരമായിട്ട് ദുഃഖവും അശാന്തിയും ദുരിതങ്ങളുമാണ്. അതിനെയൊക്കെ ശാന്തമാക്കും. എന്നിട്ട് ബാബ പറയാണ്, ഇത് വർത്തമാന സമയത്ത് ബ്രാഹ്മണർ ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ബാബ എല്ലാ കുട്ടികളോടും ചോദിക്കുകയാണ്, ഈ വർഷം നിങ്ങൾ എന്ത് സേവനം ചെയ്യും? എന്താ സേവനം ചെയ്യാന്ന് ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്. അപ്പൊ ബാപ്ദാദ ആദ്യം എന്ത് സേവനാണ് പറയുന്നത്? ഈ സേവനാണ് പറയുന്നത് ബാബ. ഏത് സേവനം? സമയമനുസരിച്ച് എല്ലാ കുട്ടികളും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. സമയം അനുസരിച്ച് എല്ലാ കുട്ടികളും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. വാനപ്രസ്ഥി തൻ്റെ സമയം, സാധനം എല്ലാം കുട്ടികൾക്ക് കൊടുത്ത് സ്വയം വാനപ്രസ്ഥത്തിന് പോകും. ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. 60 വയസ്സായ പിന്നെ മക്കളെ ഏൽപ്പിച്ചു, ഇനി ഞാൻ ഈ വീടും ഒക്കെ നിന്നെ ഏൽപ്പിച്ചു, നീ എന്താ വെച്ചാൽ ചെയ്തോളൂ, അമ്മേനെ നീ നോക്കിക്കോളൂ കേട്ടോ. പണ്ട് അങ്ങനെയായിരുന്നല്ലോ. എല്ലാ മക്കൾക്ക് കൊടുത്തിട്ട് അവര് വാനപ്രസ്ഥത്തിന് പോകാറുണ്ട് എന്ന് ബാബ പറയാണ്. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ബാബ പറയാണ്, ഇപ്പോഴും നിങ്ങളും അങ്ങനെ ചെയ്യണം. അതിനർത്ഥം എന്താ? 60 വയസ്സായി എന്ന് പറഞ്ഞ് വീട് വിട്ട് പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനർത്ഥം എന്താ? നമ്മൾ ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം, ഒരു ദിവസം കുറച്ച് സമയം നമ്മൾ ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം അല്ലേ? ചിലർ പറയില്ല 60 വയസ്സായാലും 70 വയസ്സായാലും അവർക്ക് സമയമില്ല. അവർക്ക് എപ്പോഴും കുട്ടികൾ, മരുമക്കൾ, പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ അങ്ങനെ ഒരു വലയത്തിൽ കുടുങ്ങി കിടക്കുക. വാനപ്രസ്ഥയാണ് അല്ലേ? പണ്ട് അങ്ങനെയാണ്. വാനപ്രസ്ഥകൾ എപ്പോഴും രാവിലെ നേരത്തെ എഴുന്നേക്കും, ആ സമയത്ത് അവർ നാമം ജപിക്കും, ബുക്കുകൾ വായിക്കും അല്ല, അവരുടെ ആ ക്ഷേത്രങ്ങളും കാര്യങ്ങളും, സന്ധ്യയ്ക്ക് നാമം ചൊല്ലും, അവർ പല ബുക്കുകൾ വായിക്കും. അങ്ങനെ ഭയങ്കര ചിട്ടയായിരുന്നു. ഇപ്പം പിന്നെ അതൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ബാബ പറയാണ്, വാനപ്രസ്ഥികൾ അങ്ങനെയായിരിക്കണം. എല്ലാ പ്രാരാബ്ധങ്ങളും വിടണം. വിടാന്ന് പറഞ്ഞാൽ വീട് വിട്ട് പോരുക എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. വീട്ടിൽ തന്നെ ഇരിക്കണം. പക്ഷെ ഒന്നിനോടും മമത്വം വരരുത്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, എൻ്റെ പേരക്കുട്ടികൾ എൻ്റെയാണ്, ഇതൊന്നും വേണ്ട. വാനപ്രസ്ഥിക്ക് ഇതൊന്നും ഉണ്ടാവരുത്. വാനപ്രസ്ഥി എന്ന് പറഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് ബാബ പറയാണ്,
എല്ലാവർക്കും തൻ്റെ സമയത്തിൻ്റെ ഖജനാവ്, ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവ്, ഇതെല്ലാം മറ്റുള്ളവരെ പ്രതിബിംബിക്കും. വാനപ്രസ്ഥം എന്ന് പറഞ്ഞല്ലതാ. അതുവരെ സ്വയത്തിന് വേണ്ടി കഷ്ടപ്പെടും. വാനപ്രസ്ഥത്തിലെത്തിയ എന്ത് ചെയ്യും? എല്ലാം വിട്ടിട്ട് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കും. അതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ബാബ പറയാണ്, നമ്മൾ നമ്മുടെ സമയം, ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ഖജനാവ് എല്ലാം മറ്റുള്ളവരെ പ്രതി ഉപയോഗിക്കണമെന്ന് ബാബ പറയാം. സ്വയത്തെ പ്രതി സങ്കല്പം കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമല്ല. നമ്മൾ മറ്റുള്ളവർക്ക് ശാന്തിയും സുഖവും സന്തോഷവും കൊടുക്കേണ്ടവരാണ്, ശക്തിയൊക്കെ കൊടുക്കേണ്ടവരാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിമിത്തമായിട്ട് മാറണമെന്ന് ബാബ പറയാം. അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ആ സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലം ഉണ്ടല്ലോ, ആ സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലം കഴിക്കാൻ ആര് നിമിത്താവണം? നമ്മള് നിമിത്താകണമെന്ന് ബാബ പറയാം. അതുകൊണ്ടാ പറയണേ, മനസ്സ വാച കർമ്മണ. മനസ്സ സേവ, വാച സേവ. അതേപോലെ ഏറ്റവും കൂടുതൽ അല്ലെ, ബ്രാഹ്മണനാവട്ടെ, ആരൊക്കെ നമ്മുടെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നവരാവട്ടെ, അവരൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ, ബ്രാഹ്മണാത്മാക്കളാവട്ടെ, ലോകത്തിലെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കളാവട്ടെ, ആര് നമ്മുടെ മുന്നിൽ വന്നാലും അവർ വെറുതെ പോകരുത്. അവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ബാബ പറയാം. ഈവൺ ഒരു ബ്രാഹ്മണ ആത്മാവാണെങ്കിൽ പോലും അവരിൽ എന്താണോ കുറവുള്ളത്, അവർക്ക് എന്താണോ ആവശ്യം, അത് നമ്മൾ കൊടുക്കണം. അതാണ് ബാബ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, നിസ്വാർത്ഥമായിട്ട് മാറി സന്തോഷം കൊടുക്കൂ, ശാന്തി കൊടുക്കൂ, ആനന്ദത്തിൻ്റെ അനുഭൂതി ചെയ്യിപ്പിക്കൂ, പ്രേമത്തിൻ്റെ അനുഭൂതി ചെയ്യിപ്പിക്കൂ. അവിടെ പിശുക്കൊന്നും കാണിക്കണം അല്ലേ? ഫ്രീ ആയിട്ട് അങ്ങനെ നിസ്വാർത്ഥമായിട്ട് കൊടുക്കാൻ ബാബ പറയുകയാണ്. കൊടുക്കുക തന്നെ വേണം എന്ന് ബാബ പറയാണ്. കൊടുക്കുക അർത്ഥം എന്താ? എടുക്കുക. കൊടുത്താലല്ലേ കിട്ടുള്ളൂ അല്ലേ? അപ്പം കൊടുക്കുക അർത്ഥം എടുക്കുകയാണ്. അതുകൊണ്ട് ഏത് സമയം ഏത് രൂപത്തിൽ സംബന്ധ സമ്പർക്കത്തിൽ ആര് സംബന്ധ സമ്പർക്കത്തിൽ വരുന്നുവോ അവരെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. അതായത് ഒരാൾ നമ്മളുടെ അടുത്തേക്ക് വന്ന് നമ്മളോട് സംസാരിച്ചു, സമയം നമ്മളുടെ മുന്നിൽ കുറേ ചിലവാക്കുമ്പോൾ അവർക്ക് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ചിന്ത വേണം, അത്ര സമയം എനിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടായിരുന്നു, ഇത്ര എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റിയല്ലോ ഇത്ര സമയം. അവർക്ക് എന്തെങ്കിലും കിട്ടിയ ഫീലിംഗ് ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മാസ്റ്റർ ദാതാവായിട്ട് മാറും. മാസ്റ്റർ ദാതാവിൻ്റെ അടുത്ത് ആര് വന്നാലും കാലിയായി വിടരുത്. അപ്പം നമ്മളുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ കുറേ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. എന്ത് കാര്യം? അവരുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയോ? ഒന്നുമില്ല. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയോ? നമ്മൾ വെറുതെ ലൗകികത്തിലെ ആൾക്കാർ കൊടുക്കണ പോലെ നമ്മളും കുറേ നമ്മുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് പറഞ്ഞ് അവരങ്ങ് പോയി. അപ്പം അവർക്ക് നമ്മൾ ശരിക്കും എന്താ കൊടുത്തേ? ദുഃഖം കൊടുത്തേ. നമ്മുടെ കുറച്ച് ദുഃഖങ്ങളും കൂടെ അങ്ങ് കൊടുത്തിട്ട് അവരെ വിട്ടു. അങ്ങനെ പാടില്ല. നമ്മൾ നമ്മുടെ ദുഃഖത്തെ മാറ്റണം. എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ബാബ പറയാണ്, മാസ്റ്റർ ദാതാവിൻ്റെ കൈകൾ ഒരിക്കലും കാലിയാകും. മാസ്റ്റർ ദാതാവിന് എപ്പോഴും കൊടുക്കാനുണ്ടാവും, ഇല്ല എന്നുള്ളത് ഉണ്ടാവില്ല എന്ന് ബാബ പറയാണ്. നോക്കൂ, ബ്രഹ്മബാബയെ നിങ്ങളൊന്ന് നോക്കൂ. ബ്രഹ്മബാബ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എപ്പോഴും ആര് മുന്നിൽ വന്നാലും, ഏത് കുട്ടി മുന്നിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ അനുഭൂതി ഉണ്ടാക്കി കൊടുക്കും. ഒരു അനുഭൂതിയും ഉണ്ടാവാതെ ഒരു കുട്ടിയും ബ്രഹ്മബാബയുടെ മുന്നിൽ നിന്ന് പോവില്ല. അങ്ങനെ എല്ലാ കുട്ടികൾക്കും അനുഭൂതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളും ചെക്ക് ചെയ്യണം. എന്താ ചെയ്യണ്ടേ? ആരെങ്കിലും വന്നാലും അവർക്ക് എന്തെങ്കിലും കിട്ടിയോ, ഞാൻ എന്തെങ്കിലും കൊടുത്തോ, അതോ ഞാൻ കാലിയായോ?
ഞാൻ കാലിയാണെങ്കിൽ പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കാലിയാണോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ബാബ പറയാം. ഖജനാക്കളാൽ ആരാണോ സമ്പന്നനായിട്ടിരിക്കുന്നത് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ കുറേ ശക്തികളും ഗുണങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം, ഇതൊക്കെ ജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിൽ നിറയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് അഖണ്ഡമായ മുറിയാത്ത ദാതാവായിട്ട് നമ്മൾ മാറും. ഇന്ന് കൊടുത്തു, നാളെ കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ പാടില്ല. 24 മണിക്കൂറും കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിൽ വേണം. അത്രയും നമ്മൾ സേവ് ചെയ്ത് വെക്കണം. എന്നിട്ട് ബാബ പറയാം, ആരോടും നിങ്ങൾ യാചിക്കാൻ പാടില്ല. ദാതാവ് എപ്പോഴെങ്കിലും യാചിക്കൂ, എനിക്ക് ശാന്തിയില്ല, സുഖമില്ല, എന്നോട് സ്നേഹമില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. അപ്പം ഇതിനെയൊക്കെ എന്താ പറയുക? യാചനയാണ്. അവരെന്നെ സ്നേഹിക്കണം, അവരെന്നെ ബഹുമാനിക്കണം, അവരെന്നെ അന്വേഷിക്കണം, അവരെന്നെ കൂട്ടുകാരനാക്കണം, അല്ലെങ്കിൽ അവരെന്നോട് മിണ്ടണം, അവരെന്നോട് ഇങ്ങനെ പെരുമാറണം. ഇതൊക്കെ എന്താണ്? ശരിക്കും യാചനയാണ്. അതുകൊണ്ടാണ് ബാബയുടെ നിങ്ങളൊന്നും ആരോട് യാചിക്കരുത്. കാരണം ദാതാവ് ഒരിക്കലും ഇങ്ങനെ ആവില്ല. ദാതാവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആളല്ലേ. കൊടുക്കുന്ന ആൾ ഒരിക്കലും യാചിക്കില്ല എന്ന് ബാബ പറയാം. കൊടുക്കുന്ന ആൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും, യാചന അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് മുറിയാത്ത മഹാധാനിയായി, മഹാദാതാവായി സ്വയം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് ബാബ പറയാം. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്ന് വിചാരിക്കരുത്. എന്നെ സ്നേഹിച്ചാലില്ലെങ്കിൽ അതൊരു വിഷയമല്ല. എനിക്കെല്ലാവരും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്നെ ആരും പ്രശംസിക്കണമെന്നോ ഒന്നുമില്ല, പക്ഷെ ഞാൻ എല്ലാവരും എന്ത് ചെയ്യുക? പ്രശംസിക്കും. അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാ, ആദ്യത്തെ സേവ ഈ വർഷം മഹാൻ ദാതാവായിട്ട് മാറും. അപ്പൊ ഈ വർഷത്തിന്റെ സേവനം എന്താണ്? മഹാൻ ദാതാവ്. ഇങ്ങോട്ട് തന്നോ തന്നില്ലേ നോക്കണ്ട, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയായിരിക്കണം എന്ന് ബാബ പറയാ. എന്നിട്ട് ബാബ പറയാണ്, നിങ്ങൾ ദാതാവിലൂടെ എല്ലാവർക്കും കിട്ടണം. കൊടുക്കേണ്ട ആളിൽ നിന്ന് കിട്ടണ്ടേ? നമ്മളിൽ നിന്ന് കിട്ടണം. ബ്രാഹ്മണര് ഒരിക്കലും യാചകരല്ല. ബ്രാഹ്മണരൊരിക്കലും യാചകരല്ല. കാരണം എന്താന്ന് വെച്ചാൽ ബാബ പറയാ, എന്നാൽ സഹയോഗിയാണ്. യാചകൻ ഒരിക്കലും, ബ്രാഹ്മണൻ ഒരിക്കലും യാചകനല്ല, പക്ഷെ ഭഗവാന്റെ സഹയോഗിയാണ് അല്ലേ. എന്നിട്ട് ബാബ പറയാ, പരസ്പരം ബ്രാഹ്മണര് സാധാരണ പറയുമല്ലോ, ബ്രാഹ്മണര് പരസ്പരം ദാനം കൊടുക്കാറുണ്ടോ? ഇല്ല. ബ്രാഹ്മണര് പരസ്പരം ദാനം കൊടുക്കില്ല അല്ലേ. അവർക്കാണ് മറ്റുള്ളവരെ ദാനം, ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കാൻ പറയുമല്ലോ അല്ലേ. അങ്ങനെയാണ് സാധാരണ പറയുന്നത്. സഭ ബാബ പറയാണ്, ബ്രാഹ്മണര് ബ്രാഹ്മണർക്ക് ദാനമല്ല സഹയോഗമാണ് കൊടുക്കേണ്ടത്. അതിനർത്ഥം എന്താ അറിയോ? എല്ലാവരും നമ്മളൊക്കെ ബാബയുടെ കുട്ടികളാണ്, ബാബയുടെ കുട്ടികളൊക്കെ ബ്രാഹ്മണരാണ്. അപ്പൊ ബാബയുടെ കുട്ടികളിൽ എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സഹയോഗം കൊടുക്കണം. ഇപ്പൊ ഒരാൾക്ക് ശക്തിയേ ഇല്ല വിചാരിക്കുക, അപ്പൊ അവര് ശക്തിഹീനതയാണ് അവർക്ക്, അപ്പൊ അവരുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരുമല്ലോ. അപ്പൊ നമ്മൾ അവർക്ക് ഇത്തിരി ശക്തി കൊടുക്കണം, ശാന്തി കൊടുക്കുക. അതാണ് അവർക്ക് ആവശ്യം. അപ്പൊ അവരുടെ മനസ്സങ്ങനെ ശാന്തമാകണം. അങ്ങനെ ഒരു സഹയോഗം കൊടുക്കണം. ജ്ഞാനത്തിന്റെ കുറവുണ്ടോ അവർക്ക്? ബ്രാഹ്മണർക്ക് ജ്ഞാനത്തിന്റെ കുറവില്ല, ജ്ഞാനം മുസ്സലായിട്ട് പറയും. ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ യോഗത്തിന്റെ ശക്തി കുറവാണ്. അതുകൊണ്ടാണ് ദുർബലത വരുന്നത്. അപ്പൊ അതിന്റെ സഹയോഗമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ബാബ പറയാണ്, ഇതാണ് ആദ്യത്തെ സേവനം. എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കുക? സഹയോഗം കൊടുക്കുക. ഇതാണ് ആദ്യത്തെ സേവനം. അതോടൊപ്പം ബാബ് ദാദ വിദേശി കുട്ടികളുടെ സന്തോഷ വാർത്ത കേൾപ്പിക്കുകയാണ്.
വിദേശ കുട്ടികളുണ്ടല്ലോ, അവരോട് ബാബ പറയുകയാണ്. എന്താണ്? ബാബ്ദാദ കണ്ടു. എന്താ കണ്ടത്? ഈ സൃഷ്ടിയില് ശബ്ദം പരക്കാൻ നിമിത്തമായിട്ട്, ഈ സൃഷ്ടിയില് ബാബ ഭഗവാന്റെ അവതരണം ഉണ്ടായി. ഭഗവാന്റെ ജ്ഞാനത്തിന്റെ ശക്തി മുഴങ്ങണ്ടേ? ബാബയുടെ ഈ ജ്ഞാനത്തിന്റെ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളത് പരത്താൻ വേണ്ടിയിട്ട് നിമിത്തമായിട്ട് മൈക്കിനെ വെക്കണം. നിമിത്തമായിട്ട് മൈക്കിനെ വെക്കാന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ അറിയോ? ഈ ലോകത്തിലെ വലിയ വലിയ പദവിയിലുള്ളവർക്കൊക്കെ ജ്ഞാനം കൊടുക്കണം. അപ്പൊ അവരിലൂടെ ബാബയുടെ പരിചയം എന്ത് ചെയ്യും? എല്ലാവർക്കും. അത് പരക്കുമെന്ന് ബാബ പറയുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള പ്ലാനുകൾ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ബാബ പറയാണ് പ്രാക്ടിക്കൽ വരിക തന്നെ ചെയ്യും. എന്നാൽ ബാബ പറയാ ഭാരതത്തില് 13 സോണുകളുണ്ട് പറയാം. 13 സോണുണ്ട്. ഓരോ സോണിൽ നിന്നും വിശേഷിച്ച് ഓരോരോ ആൾക്കാരെ റെഡിയാക്കാൻ പറയാണ്. ഓരോ സോണിലും ഓരോരോ കുട്ടികൾ, മൈക്കുകൾ, വലിയ വലിയ VIPs ഉണ്ടല്ലോ, അവരെ ഉണ്ടാക്കാൻ പറയാണ്, റെഡിയാക്കാൻ പറയാണ്. എന്നിട്ട് ബാബ പറയാണ് അങ്ങനെയുള്ളവർക്ക് ബാബ കൊടുത്തിരിക്കുന്ന പേര് മൈക്ക് എന്നാണ്. മൈക്കിന്റെ പ്രത്യേകത എന്താ? മൈക്കിലൂടെ പറഞ്ഞ എന്താ ഗുണം? എല്ലാവരിലേക്കും എത്തുമല്ലോ. പബ്ലിസിറ്റി ഉണ്ടാവും, പെട്ടെന്ന് എത്തും. അപ്പൊ അതേപോലെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അവരിലൂടെ അനേകരിലെത്തും. അതിനു വേണ്ടിയിട്ടാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാണ് അങ്ങനെ വിശേഷ നിമിത്ത സേവാധാരിയായിട്ട് നമ്മൾ മാറണം. മാറ്റണം, കുട്ടികളെ ഉണ്ടാക്കണമെന്ന് പറയാം. വിശേഷിച്ച് ബാബ പറയാണ് ഇവരെ നമ്മൾ മൈക്ക് എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ പറഞ്ഞാലും ശബ്ദം പരത്താൻ നിമിത്തമാണ്. ബാബയുടെ മെസ്സേജ് ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ അവര് നിമിത്തമായിട്ട് മാറണം. ആരെങ്കിലും ഒരാൾ നിമിത്തം വേണമല്ലോ എന്ന് ബാബ പറയാണ്. അപ്പൊ ബാബ്ദാദ ചുരുങ്ങിയത് എന്താ പറയുന്നത്? ബാബ പറയാം വലിയ വലിയ ദേശങ്ങളിൽ ഇങ്ങനെ നിമിത്തമായിട്ട് മാറ്റും. വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ വലിയ വലിയ ആൾക്കാരെയൊക്കെ മൈക്കാക്കി മാറ്റും. എന്നിട്ട് ബാബ പറയാ കേവലം സോണിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും വലിയ വലിയ ദേശങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ കുട്ടികളെ തയ്യാറാക്കണം, മൈക്കുകളെ തയ്യാറാക്കാനുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് ബാബ പറയാം. 13 സോണെന്ന് പറയുമ്പോൾ 13 സ്ഥലത്തല്ലേ ഉള്ളൂ. പക്ഷെ ബാബയുടെ വീട് 13 സ്ഥലത്ത് മാത്രമാണോ? അല്ല. അതുകൊണ്ടാണ് ബാബ അത് വിശേഷിച്ചെടുത്ത് പറയണത്. അപ്പൊ ബാബ്ദാദ വിദേശത്തിലെ കുട്ടികൾക്ക് മനസ്സുകൊണ്ട് ആശംസ തരാം. വിദേശത്തിലെ കുട്ടികൾക്ക് മനസ്സുകൊണ്ട് ആശംസ തരാം. മനസ്സുകൊണ്ടും ആശംസ, വാക്കുകൾ കൊണ്ടും ആശംസ. വാക്കുകളിലൂടെയും തരുന്നു, മനസ്സുകൊണ്ടും തരുന്നു. എന്നിട്ട് ബാബ പറയാണ് പ്രാക്ടിക്കലിൽ കൊണ്ടുവരാനുള്ള പ്ലാന് ആദ്യം ബാബ്ദാദയുടെ മുന്നിൽ വന്നു എന്ന് പറയാം. അങ്ങനെ ആദ്യം ബാബ്ദാദ അത് മുന്നിൽ കൊണ്ടുവരികയാണ് അല്ലേ? അതാണ് ബാബ പറയുന്നത്. അപ്പൊ ബാബ്ദാദ മനസ്സിലാക്കുന്നുണ്ട് ഭാരതത്തിൽ വളരെ ഈസിയാണ്. മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ വളരെ എളുപ്പം പറ്റുമെന്ന് പറയാണ്. എന്നാൽ ബാബ പറയാണ് ഇപ്പോ ക്വാളിറ്റി സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി ഉള്ള വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, നല്ല നല്ല ആൾക്കാർക്ക് ജ്ഞാനം കൊടുത്തിട്ട് അവരെ തയ്യാറാക്കുക. ക്വാളിറ്റി സേവനം ചെയ്ത് സഹയോഗികളെയൊക്കെ സമീപത്ത് കൊണ്ടുവരണം. ഒരുപാട് സഹയോഗികളുണ്ട്, എന്നാൽ സംഘടനയിലേക്ക് അവരെ കൊണ്ടുവരണം. ഇപ്പം നമ്മളെ അറിയുന്നവരുണ്ടാവും, നമ്മൾക്ക് സഹയോഗം തരുന്നവരുണ്ടാവും,
പക്ഷെ എങ്കിലും ബാബ പറയാ സഹയോഗികളെയൊക്കെ എവിടേക്ക് കൊണ്ടുവരണം? ബാബയുടെ അടുത്തേക്ക് കൊണ്ടുവരണം, സമീപത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയാൻ. അപ്പൊ ബാബ പറയാണ് അതോടൊപ്പം ബ്രാഹ്മണ ആത്മാക്കളില് സമീപത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഓരോരോ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ മധുബനിലെ 4 ഭാഗത്തും, മധുബനിലേക്കാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പം മധുബനിലെ 4 ഭാഗത്തും ജ്വാലാരൂപത്തിന്റെ വായുമണ്ഡലം ഉണ്ടാകും. കാരണം എന്താ? അവര് മധുബനിൽ വരുമ്പോൾ തന്നെ അവർക്ക് നല്ല ഫീലിങ്സ് ഉണ്ടാകും, അനുഭവം കിട്ടണം അവർക്ക്. അതിനുവേണ്ടി ആ മധുബന്റെ വായുമണ്ഡലത്തെ ജ്വാലാ സ്വരൂപമാക്കി മാറ്റണം എന്ന് ബാബ പറയാ. എന്നിട്ട് ബാബ പറയാ അതിന് വേണമെങ്കിൽ ബട്ടി എന്ന് പറയാം. അപ്പൊ ബാബയുടെ കുട്ടികളെല്ലാവരും കൂടെ ഇരുന്ന് അവിടെ എന്ത് ചെയ്യുക? ബട്ടി ചെയ്യുക. ബട്ടിയൊക്കെ ചെയ്ത് ഇത്രയും പേരിരുന്ന് യോഗമൊക്കെ ചെയ്യുമ്പോൾ അതിനെന്ത് വരും? ആ വായുമണ്ഡലം നല്ല ശക്തിശാലി ആകുമല്ലോ. അപ്പം അതാണ് ബാബ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യണം. പരസ്പരം സംഘടനയില് ആത്മീയ സംഭാഷണം ചെയ്ത് ജ്വാലാ സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യിപ്പിക്കണം. അനുഭവം ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകൂ എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ എപ്പോഴാണോ ഈ സേവനത്തിൽ മുഴുകുന്നത് അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ബാബ പറയാം. ഈ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകുമ്പോൾ ബാബ പറയാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് സമയം ചെലവാക്കണം, പരിശ്രമം ചെലവാക്കണം. പരിശ്രമമുണ്ട്, സമയവും വേണം. പിന്നെയോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാനസിക വിഷമങ്ങൾ, മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകാം എന്ന് ബാബ പറയാം. കാരണം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അസ്വസ്ഥതകൾ വരാം. അപ്പൊ അങ്ങനെയും വരും. എന്നാൽ ബാബ പറയണ എന്ത് തന്നെ ഉണ്ടെങ്കിലും ജ്വാലാമുഖി ഹയ്യസ്റ്റ് സ്റ്റേജ് അവരുടെ മുന്നില് ഈ സമയം കൊടുക്കുക, പരിശ്രമം ചെയ്യുക, ഇതൊക്കെ ഒരു പാവകളി പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ സ്ഥിതി ഹയ്യസ്റ്റ് ജ്വാലാ സ്വരൂപത്തിന്റെ ആണെന്ന് വിചാരിക്കാം. നമ്മളുടെ സ്ഥിതി ഹയ്യസ്റ്റ് ജ്വാലാ സ്വരൂപത്തിന്റെ ആണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് അതൊക്കെ എന്തായിട്ട് തോന്നും? അതൊരു പാവകളി, അത്രേ ഉള്ളൂ. അത് സീരിയസ് ആയിട്ട് നമുക്ക് തോന്നില്ല, അതൊരു പാവകളി അത്രേ തോന്നുള്ളൂ എന്ന് ബാബ പറയാം. അതായത് സ്വതവേ തന്നെ സഹജമായിട്ട് നമ്മൾ സേഫായി. മറ്റേത് നമ്മൾ അതെന്താ അങ്ങനെ, ഇതെന്താ എങ്ങനെ, ഇവരെന്താ എങ്ങനെ ചെയ്തേ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റി എന്താവും? പോവുക ചെയ്യുക, നമ്മുടെ സേഫ്റ്റി നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ബാബ പറയാണ് ഏറ്റവും കൂടുതൽ ബാബ്ദാദയുടെ ദയ എപ്പോഴാ കിട്ടുകയെന്നറിയോ? ഏറ്റവും കൂടുതൽ ബാബ്ദാദയുടെ ദയ എപ്പോഴാണ് ഉണ്ടാവുക? അതായത് എപ്പോഴാണോ കാണുന്നത് മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികൾ, ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടാം. ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ, അതിനു വേണ്ടി അവരിങ്ങനെ കഷ്ടപ്പെടുക. സ്ഥിതി പോയി, അപ്പം അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അപ്പം ബാബ പറയാണ് എന്താണ്? ആ സ്നേഹത്തിൻ്റെ ജ്വാലാമുഖി രൂപത്തിൻ്റെ അവസ്ഥ കുറവാണ്. ജ്വാലാമുഖി സ്വരൂപം കുറവാകുമ്പോൾ പരിശ്രമം ഉണ്ടാകുന്ന ബാബ അവിടെ നല്ല പരിശ്രമം ഉണ്ടാവും. അപ്പൊ ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ പരിശ്രമത്തിൽ നിന്ന് മുക്തമായിട്ട് മാറണം. പരിശ്രമത്തെയൊക്കെ അവസാനിപ്പിക്കും. പരിശ്രമം നമുക്ക് വരാൻ പാടില്ല എന്ന് പറയുകയാണ്. അലസതയും വരാൻ പാടില്ല, ആലസ്യം വരരുത്. അപ്പൊ ബാബ ചോദിക്കുകയാണ് മനസ്സിലായോ എന്താ ചെയ്യേണ്ടത് എന്ന് ബാബ ചോദിക്കും. മനസ്സിലായോ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ബാബ്ദാദയ്ക്ക് എന്തായാലും ഇവിടെ വരിക തന്നെ വേണം, ഭഗവാന്റെ സൃഷ്ടിയിൽ വരിക തന്നെ വേണം. എന്നിട്ട് ബാബ ചോദിക്കുക ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പോൾ എന്താ ചെയ്യാം, നാളെ എന്ത് ചെയ്യും നിങ്ങള്? ബാബ്ദാദ വരുമോ
വരാതിരിക്കുമോ? ചിലരങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ, ഇനി ബാബ എത്ര കാലം വരും, എത്ര കാലം വരുമോ, ഇനിയിപ്പോൾ വരാതിരിക്കുമോ, അങ്ങനെയൊക്കെ ചിന്ത വരും. അപ്പം ബാബ്ദാദ പറയാണ്, ബാബ്ദാദ ഒരിക്കലും ഞാൻ പറയില്ല. ബാബ്ദാദ വരുമോ എന്ന് ചോദിച്ചാൽ ബാബ വരുന്നേ പറയും, വരില്ല എന്ന് പറയില്ല. ബാബ ഒരു കാര്യം പറ്റില്ല എന്ന് പറയില്ല. ബാബ എപ്പോഴെന്താ പറയുക? ഹാഞ്ചി ഹാഞ്ചി എന്ന് പറയും. ബാബ പറ്റില്ല എന്നൊരിക്കലും പറയില്ല, ഹാഞ്ചി ഹാഞ്ചി എന്ന് പറയും. അപ്പം കുട്ടികളെന്താ പറയുന്നത്? ഹാ ഇല്ലേ? അപ്പോൾ കുട്ടികൾ വിളിക്കും ബാബ ഹാജർ. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ബാബ പറയാൻ. പരിശ്രമത്തെ സ്നേഹത്തിൽ ഇല്ലാതാക്കും. എവിടെ സ്നേഹമുണ്ട് അവിടെ എന്തുണ്ടാവില്ല? സ്നേഹമുള്ള അവിടെ എന്തുണ്ടാവില്ല? പരിശ്രമം ഉണ്ടാവില്ല. അതുകൊണ്ട് പരിശ്രമമുക്ത വർഷമായി ആഘോഷിക്കും. പരിശ്രമമുക്ത വർഷമായിട്ട് ആഘോഷിക്കൂ എന്ന് ബാബ പറയാം. അതേപോലെ സ്നേഹത്തിൽ അലസത ഇല്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്യും. അപ്പം സ്നേഹത്തിൽ അലസതയില്ല. ഇത് നല്ല ഉറപ്പിക്കണം, ഇത് നന്നായിട്ട് നമ്മൾ ഉറപ്പിക്കണം. എനിക്ക് ആലസ്യം ഇല്ലല്ലോ, എനിക്ക് ആലസ്യം ഇല്ലല്ലോ, അത് ഉറപ്പിക്കണം. അതായത് ബാബ പറയാ, എല്ലാ സങ്കല്പങ്ങളും പൂർത്തിയാക്കണം. ആരുടെ സങ്കല്പങ്ങൾ? ഭഗവാൻ നമ്മളെ പ്രതി എന്ത് സങ്കല്പം വെച്ചിട്ടുണ്ടോ അത് പൂർത്തിയാക്കണം. ഇനി എന്തെങ്കിലും അവിടെ ബാലൻസ് വെച്ചിട്ടുണ്ടോ? എന്തൊക്കെ സങ്കല്പങ്ങളുണ്ടോ അതൊക്കെ പൂർത്തിയായോ? അതിനിപ്പോൾ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? അപ്പം ജാനകി ദാദിയോട് ചോദിക്കുകയാണ്. ജാനകി ദാദിയെ ബാബ ജനകൻ എന്നാ പറയാ. അപ്പം ജനകനോട് ചോദിക്കുകയാണ്, ജാനകി ദാദിയോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ബാബ പറയുന്ന എല്ലാം ചെയ്തോ, അതോ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? അപ്പം ദാദി ഇങ്ങനെ ചിരിച്ചു, ജാനകി ദാദി ഇങ്ങനെ ചിരിച്ചു. കളി പൂർത്തിയായോ? അതോ ഇനി ബാലൻസ് ഉണ്ടോ? കളി പൂർത്തിയായോ? അപ്പം ബാബ പറയാ, ഈ ഓപ്പറേഷനൊക്കെ എന്താണ്? അതൊരു കളിയാണ് അല്ലേ? ഇപ്പം നമ്മളുടെ ശരീരത്തിനൊരു അസുഖം വന്നിട്ടേ അതിൽ വല്ല ഓപ്പറേഷൻ ചെയ്താൽ അതൊരു കളിയായിട്ട് കാണും. കളിയാണ്, എല്ലാം ഒരു കളിയാണ്. കളിയിൽ ഒരു കളി അല്ലേ? അപ്പം അതുകൊണ്ട് പറയാ, കളിയൊക്കെ നന്നായല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്ത് സാഹചര്യം വന്നാലും സിറ്റുവേഷൻ വരികയാണെങ്കിലും നമ്മളതിനെ എന്തായിട്ട് കാണണം? അതിനെ ഒരു കളിയായിട്ട് കാണും. അതേപോലെ ബാബ പറയാണ്, ഡ്രില്ല് സെക്കൻഡിൽ ബിന്ദു സ്വരൂപമായി മാറി മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കി മാറ്റാനുള്ള അഭ്യാസം ഇടയ്ക്കിടയ്ക്ക് ഡ്രില്ല് ചെയ്യും. മനസ്സിനെയും ബുദ്ധിയെയും എന്താക്കി മാറ്റുക? ഏകാഗ്രമാക്കി മാറ്റാനുള്ള ഡ്രില്ല് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അല്ലേ? അപ്പം നമുക്കൊരു മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ് ബാബയുടെ ഡ്രില്ല് ചെയ്യാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ സെക്കൻഡിൻ്റെ ഡ്രില്ല് ചെയ്യണമെന്ന് ബാബ പറയുക.
സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ആക്കണം. അതാണ് ബാബ പറയണേ. സെക്കൻഡിൽ വ്യർത്ഥത്തിൻ്റെ ദേഹചിന്തയിൽ നിന്ന് മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുക. അപ്പം മനസ്സിനോട് പറയണം, മനസ്സെ നീ അത് ചിന്തിക്കണ്ട, ശരി വേണം. അപ്പം തന്നെ മനസ്സെന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ ആയിരിക്കണമെന്ന് ബാബ പറയാണ്. ഇങ്ങനെ ഒരു കൺട്രോളിങ് പവറ് മുഴുവൻ ദിവസത്തിലും നമ്മൾ യൂസ് ചെയ്ത് നോക്കണം പറയാം. അത്രയും നമ്മളിൽ എന്ത് വേണം? കൺട്രോളിങ് പവർ വേണമെന്ന് ബാബ പറയാണ്. ഇങ്ങനെയല്ല ഓർഡർ ചെയ്യുക. ഇപ്പം ഓർഡർ ചെയ്തു, എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കൺട്രോളിൽ വന്നു. അങ്ങനെ വരാൻ പാടില്ല. അപ്പം 2 മിനിറ്റ് ലേറ്റ് ആയില്ലേ? ഇപ്പോൾ ഓർഡർ ചെയ്താൽ അപ്പം തന്നെ വരണം. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നും വരരുത്. അപ്പോൾ ഓർഡർ തെറ്റുമല്ലോ. അപ്പം ബാബ പറയാണ് അത് കൺട്രോളാണോ എന്ന് ബാബ ചോദിക്കും. കൺട്രോളെന്ന് പറഞ്ഞാൽ പറഞ്ഞ് അപ്പം തന്നെ വേണം അല്ലേ? അപ്പം അതുകൊണ്ടാണ് ബാബ പറയണത് 2 മിനിറ്റിന് ശേഷം കൺട്രോളിൽ വന്നു, 5 മിനിറ്റിന് ശേഷം കൺട്രോളിൽ വന്നു. അത് ശരിയാവില്ല. വേണ്ട, വേണ്ട, സെക്കൻഡ് വേണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ ബാബ പറയാണ്. അവിടെ സെക്കൻഡിലുണ്ടാവണം, അവിടെ മിനിറ്റൊന്നും വരാൻ പാടില്ല എന്ന് പറയാം. മിനിറ്റുകൾ വന്നാൽ പോയില്ലേ. അപ്പം അതുകൊണ്ട് കൂടുതൽ മിനിറ്റുകൾ ഉണ്ടാവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. മനസ്സിനോട് മനസ്സേ നീ അത് വേണ്ട, ചിന്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മനസ്സ് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് മനസ്സ് കൺട്രോളിലല്ല. അപ്പം അതുകൊണ്ട് ബാബ പറയാണ് മിനിറ്റുകൾ എടുക്കരുത്, കൂടുതൽ മിനിറ്റുകളൊന്നും എടുക്കരുത്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. മിനിറ്റുകൾ എടുക്കുന്നുണ്ടോ അതൊന്ന് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ 3 മാസത്തിൻ്റെ ചാർട്ട് പക്കയാക്കണം എന്ന് ബാബ പറയാം. 3 മാസത്തിൻ്റെ ചാർട്ട് പക്കയാക്കണം. എന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറയാം. ചാർട്ട് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ അല്ലേ? എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ പാസ്സായിട്ടുണ്ട്. അപ്പം നമുക്ക് ചാർട്ട് കറക്റ്റ് ആക്കിയിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് ബാബ പറയാം. ആദ്യം സ്വയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കണം. എന്താ സ്വയത്തിൻ്റെ സർട്ടിഫിക്കറ്റ്? ഞാൻ ബാബ പറയണ പോലെയാണോ ചെയ്യുന്നത്? ഞാൻ ബാബ പറയണ പോലെ ചിന്തിക്കുന്നുണ്ടോ? അല്ലെ ബാബ പറയണ പോലെ എനിക്ക് ഇത്ര ശക്തി ഉണ്ടോ? എനിക്ക് എല്ലാവർക്കും ശക്തിയും സ്നേഹവും ശാന്തിയും ഒക്കെ കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഉള്ളിൽ അതുണ്ടോ? അതൊക്കെ നോക്കണം. പിന്നീട് ബാബ്ദാദയ്ക്ക് എന്നെ ഇഷ്ടമുണ്ടാവും. ബാബ്ദാദ എന്നിൽ സന്തുഷ്ടനായിരിക്കുമോ? ബാബയ്ക്ക് എന്നെ എത്രമാത്രം ഇഷ്ടം വരുന്നുണ്ടാവും, അത് നമ്മൾ നോക്കണം എന്ന് ബാബ പറയാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് എടുക്കണം. നമുക്ക് നമ്മുടെ എടുക്കണം, പിന്നെ ആരുടെ? ബാബയുടെ എടുക്കണമെന്ന് പറയാണ്. അച്ഛാ, ഇനി ബാബ നമുക്ക് സ്നേഹസ്മരണ പറയാൻ. 4 ഭാഗത്തുമുള്ള പരമാത്മാ പാലനയുടെ അധികാരി ആത്മാക്കൾക്ക്, 4 ഭാഗത്തുമുള്ള പരമാത്മാ പാലന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക്, പരമാത്മാ പഠിപ്പിൻ്റെ അധികാരി ശ്രേഷ്ഠാത്മാക്കൾക്ക്, പരമാത്മാ പഠിപ്പിൻ്റെ അധികാരി ശ്രേഷ്ഠാത്മാക്കൾക്ക്, പരമാത്മാ പ്രാപ്തികളാൽ സമ്പന്നനായ ആത്മാക്കൾക്ക്, പരമാത്മാ പ്രാപ്തികളാൽ സമ്പന്നനായ ആത്മാക്കൾക്ക്, സദാ ബിന്ദു സ്വരൂപം എന്ന വിധിയിലൂടെ തീവ്ര പുരുഷാർത്ഥി ആത്മാക്കൾക്ക് സദാ പരിശ്രമത്തിൽ നിന്ന് മുക്തമായിരിക്കുന്ന സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾ, സദാ പരിശ്രമത്തിൽ നിന്ന് മുക്തമായി സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾക്ക്, ജ്വാലാസ്വരൂപമായ വിശേഷാത്മകൾക്ക്, ഇതൊക്കെ നമുക്ക് ബാബ തരുന്ന ടൈറ്റിലുകളാണ്. ജ്വാലാസ്വരൂപമായ വിശേഷാത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. അപ്പം ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണയും നമസ്തേയും. ഇനി ബാബ വരദാനം പറയാം. ശുദ്ധവും സമർത്ഥവുമായ സങ്കല്പങ്ങളുടെ ശക്തിയിലൂടെ വ്യർത്ഥത്തിൻ്റെ വൈബ്രേഷനെ സമാപ്തമാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധവും സമർത്ഥവുമായ സങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെ വ്യർത്ഥ വൈബ്രേഷനെ സമാപ്തമാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കും. അതാണ് ബാബ പറയുന്നത്. നമ്മൾ പറയുമല്ലോ, സങ്കല്പവും സൃഷ്ടി ഉണ്ടാക്കും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, സങ്കല്പിക്കുന്നത്, അതിൻ്റെ സൃഷ്ടി ഉണ്ടാവും. അങ്ങനെ പറയുമല്ലോ. അപ്പം എപ്പോഴാണോ നമ്മൾ ദുർബല സങ്കല്പങ്ങൾ ചെയ്യുന്നത്, വ്യർത്ഥ സങ്കല്പങ്ങൾ ചെയ്യുന്നത്, അപ്പം എന്തുണ്ടാകും? വ്യർത്ഥ വായുമണ്ഡലം ഉണ്ടാവും. വ്യർത്ഥ സങ്കല്പങ്ങളും വ്യർത്ഥ ചിന്തകളുണ്ടായാൽ വ്യർത്ഥ വായുമണ്ഡലം അവിടെ ഉണ്ടാവും. അപ്പൊ ബാബ പറയാണ്, സത്യമായ സേവാധാരി അവരാണ്. ആരാ സത്യമായ സേവാധാരി? ആരാണോ തൻ്റെ ശുദ്ധമായ ശക്തിശാലി സങ്കല്പങ്ങളിൽ പഴയ വൈബ്രേഷനെ പോലും സമാപ്താക്കണം. ശുദ്ധ സങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെ പഴയ വൈബ്രേഷനെ ഒക്കെ സമാപ്തമാക്കുന്നത് അവരാണ് സത്യമായ സേവാധാരി എന്ന് ബാബ പറയാണ്. എങ്ങനെയാണോ സയൻസിലുള്ളവര് ശസ്ത്രത്തിലൂടെ ശസ്ത്രത്തെ ഇല്ലാതാക്കും. അതായത് ഒരു വിമാനത്തിലൂടെ വേറൊരു വിമാനത്തെ താഴെ വയ്ക്കും. അവരങ്ങനെയാണല്ലോ ചെയ്യുന്നത്. സയൻസ് അങ്ങനെയാണ് അല്ലേ? ഒരു വണ്ടീനെ അടുത്ത വണ്ടി കൊണ്ട് ഇല്ലാണ്ടാക്കും. അതാണ് ഒരു വിമാനത്തെ വേറൊരു വിമാനത്തെ ഒരു വിമാനം കൊണ്ട് വേറൊരു വിമാനത്തെ ഇല്ലാതാക്കും, നശിപ്പിക്കും. അതാണല്ലോ സയൻസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ ശുദ്ധ സങ്കല്പത്തിലൂടെ, സമർത്ഥ സങ്കല്പത്തിൻ്റെ വൈബ്രേഷനിലൂടെ വ്യർത്ഥ വൈബ്രേഷനെ സമാപ്താക്കുക. അവരൊരു വാഹനത്തെ വേറൊരു ഒരു വാഹനത്തിലൂടെ അടുത്ത വാഹനത്തെ നശിപ്പിക്കുന്നു. അതേപോലെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ശുദ്ധമായ ചിന്തയിലൂടെ, സമർത്ഥ വൈബ്രേഷനിലൂടെ അശുദ്ധതയെ എന്ത് ചെയ്യണം? സമാപ്താക്കണമെന്ന് ബാബ പറയണം. വ്യർത്ഥത്തെ സമാപ്താക്കണം. ഇപ്പോൾ ഇങ്ങനെയുള്ള സേവനം ചെയ്യണം. അപ്പോൾ ഒരുപാട് വ്യർത്ഥങ്ങളും അശുദ്ധമായ വൈബ്രേഷനൊക്കെ ഉണ്ടാവും നമ്മുടെ ചുറ്റും. നമ്മൾക്കും ജീവിതത്തിൽ അങ്ങനെയുള്ളതൊക്കെ വരാം. പക്ഷെ നമ്മുടെ ശുദ്ധ സങ്കല്പങ്ങളിലൂടെ, നമ്മുടെ സമർത്ഥ ചിന്തകളിലൂടെ ആ വ്യർത്ഥത്തെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണമെന്ന് ബാബ പറയാം. അങ്ങനെ ഒരു സേവനമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഇനി ബാബ സ്ലോഗൻ പറയുന്നത്, വിഘ്നരൂപമാകുന്ന സ്വർണത്തിൻ്റെ ചരടിൽ നിന്ന് മുക്തമായി മാറൂ, മുക്തി വർഷം ആഘോഷിക്കും. വിഘ്നരൂപിയാകുന്ന സ്വർണത്തിൻ്റെ ആഴത്തിലുള്ള ചരടിൽ നിന്ന് മുക്തമായി മുക്തി വർഷം ആഘോഷിക്കും. അപ്പം വിഘ്നങ്ങൾ നിറയെ വരും. പക്ഷെ വിഘ്നങ്ങൾ സ്വർണത്തിൻ്റെ ചരടാ. നമ്മൾ പറയില്ലേ, സ്വർണത്തിൻ്റെ ബന്ധനാണെങ്കിലും ബന്ധനം തന്നെ. അപ്പോൾ വിഘ്നങ്ങൾ പല വിധത്തിൽ വരും. പക്ഷെ ആ സ്വർണത്തിൻ്റെ ആഴത്തിലുള്ള ചരടിൽ നിന്ന് പോലും നമ്മൾ മുക്തമാകണം. മുക്തമായി മുക്തി വർഷം ആഘോഷിക്കൂ എന്ന് ബാബ പറയാം. ഓക്കെ, ഇന്ന് 3rd സൺഡേ ആണ്. ഇന്ന് 3ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ്. അപ്പം ബ്രഹ്മാവിൻ്റെ മക്കളെല്ലാവരും സംഘടിത രൂപത്തിലിരുന്ന് വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ വിശേഷിച്ച് തൻ്റെ പൂജ്യ സ്വരൂപത്തിൽ സ്തുതിച്ചു. പൂജ്യ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? ദേവത. അതായത് ഓരോരുത്തരും സ്വയത്തിൻ്റെ ഇഷ്ടദേവനും ഇഷ്ടദേവിയുമായിട്ട് മനസ്സിലാക്കുക. എൻ്റെ ഇഷ്ടദേവൻ ആരാണോ അത് ഞാനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇഷ്ടദേവനും ഇഷ്ടദേവിയും മനസ്സിലാക്കി, ദേവിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഭക്തരുടെ മനോകാമനകൾ പൂർത്തീകരിക്കും. ഇപ്പം ഞാൻ കൃഷ്ണനാണെന്ന് വിചാരിക്കുക. കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ഞാനിരിക്കുന്നു. കൃഷ്ണൻ്റെ ഭക്തരൊക്കെ എൻ്റെ ഭക്തരാണ്. അവർക്കൊക്കെ അവരുടെയൊക്കെ മനോകാമന പൂർത്തീകരിക്കും.
അങ്ങനെ ഏതെങ്കിലും ഒരു ഇഷ്ടദേവനെയും ദേവിയെയും നമ്മൾ സങ്കല്പിക്കുക, നമ്മളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറയാം. അങ്ങനെ ദൃഷ്ടിയിലൂടെ അവരെ പരിവർത്തനപ്പെടുത്തണം. നമ്മുടെ ദൃഷ്ടി ആ ഭക്തരിൽ പതിയുമ്പോൾ അവർക്ക് മാറ്റം വരിക. അങ്ങനെ നമ്മൾ സങ്കല്പിക്കണം. അതേപോലെ ദർശനീയ മൂർത്തിയായി മാറി സർവർക്കും ദർശനം ചെയ്യിപ്പിച്ച് പ്രസന്നമായിരിക്കാനുള്ള സേവനം ചെയ്യും. സദാ സന്തോഷമായിട്ടിരിക്കാനുള്ള സേവനം നമ്മൾ ചെയ്യണം എന്ന് ബാബ പറയാം. അപ്പം അതിനുള്ള സമയമാണ് എപ്പോഴത്തെ സമയം? ഇപ്പോഴത്തെ സമയമെന്ന് ബാബ പറയാം. ഓക്കെ, ഇനി ബാബ നമ്മുടെ ഇന്നത്തെ സോമാനം പറയാം. സോമാനം: ബാബ്ദാദ കുട്ടികളെ വിശ്വത്തിലെ മഹാരാജനാക്കി മാറ്റാനുള്ള പഠിപ്പ് പഠിപ്പിക്കുന്നു. വിശ്വരാജനാക്കി മാറ്റാനുള്ള പഠിപ്പ് പഠിപ്പിക്കുന്നു. വിശ്വമഹാരാജനായി മാറുന്നവര് സർവരുടെ സ്നേഹിയായി. അപ്പൊ വിശ്വ മഹാരാജാവ് ആകാത്തവർക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റില്ല. അതാണ് വിശ്വമഹാരാജനായിരിക്കും. സർവരെയും വിശ്വമഹാരാജനായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് സർവരെയും സ്നേഹിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണോ ബാബ സർവരുടെയും സ്നേഹിയാണ്. ബാബ സർവരെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ബാബയ്ക്ക് സർവരെയും സ്നേഹമുണ്ട്, സർവർക്കും ബാബയെയും സ്നേഹമുണ്ട്. ബാബയോടും എല്ലാവർക്കും സ്നേഹമുണ്ട്. ഇങ്ങനെ പരസ്പരം ഉള്ളിൽ നിന്ന് ഓരോരുത്തരെ പ്രതി സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ വർഷിക്കും. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ വർഷിക്കും. എപ്പോഴാണോ സ്നേഹത്തിൻ്റെ പുഷ്പം ഇതേപോലെ വർഷിക്കുന്നത്, എല്ലാവരിലും നമ്മളെ സ്നേഹത്തിൻ്റെ പുഷ്പം വർഷിക്കുക. അങ്ങനെ വർഷിക്കുമ്പോൾ ജഡചിത്രങ്ങളിലും പുഷ്പം വർഷിക്കും. അപ്പം ഈ പ്രാക്ടിക്കൽ ഇപ്പം നമ്മൾ എല്ലാവരോടും നമ്മൾ സ്നേഹത്തിൻ്റെ പുഷ്പം വർഷിക്കണം. ഇപ്പം എല്ലാവരോടും സ്നേഹത്തിൻ്റെ പുഷ്പം വർഷിച്ചാൽ ഭക്തിയിൽ നമ്മുടെ ചലച്ചിത്രങ്ങളിൽ എല്ലാവരും എന്ത് ചെയ്യും? ഒറിജിനൽ പൂവങ്ങ് വർഷിക്കും. ഇപ്പം എനിക്ക് ഇവരെ സ്നേഹിക്കാൻ പറ്റില്ല, എനിക്ക് ഇവരെ സ്നേഹിക്കാൻ പറ്റില്ല, ഇവർ ശരിയല്ല എന്ന് പറഞ്ഞ് കുറേ പേരെ മാറ്റി നിർത്തിയാലോ ജഡചിത്രത്തിൽ ആരും പോടില്ല. അത് വെറുതെ വല്ല കാറ്റും വെയിലും കൊണ്ട് ഒരു വിഗ്രഹം ചിലപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ആരും പുഷ്പമൊന്നും അർപ്പിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് നമ്മൾ ലക്ഷ്യം വെക്കണം. എന്താ ലക്ഷ്യം വെക്കണ്ടേ? സർവരുടെയും സ്നേഹത്തിൻ്റെ പുഷ്പത്തിന് പാത്രമായി മാറണം. സർവരുടെയും സ്നേഹത്തിൻ്റെ പുഷ്പത്തിന് പാത്രമായി മാറണം. സ്നേഹം കിട്ടും എപ്പോഴാ? സഹയോഗം കൊടുത്താലേ കിട്ടും. സഹയോഗം കൊടുക്കാതെ സ്നേഹം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല, അല്ലേ? സ്നേഹം കിട്ടില്ല എന്ന് ബാബ പറയാണ്. അപ്പം സ്നേഹം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സഹയോഗം കൊടുക്കണമെന്ന് ബാബ പറയാം. അങ്ങനെ ബാബയെ സ്നേഹിച്ച് ബാബയ്ക്ക് സഹയോഗം കൊടുത്ത് നമ്മൾ ബാബയിലൂടെ ശക്തിശാലിയായി മാറി ബാബ പറയുന്നത് പോലെ ആയി മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ശാന്തിയും സുഖവും ഒക്കെ അനുഭവിക്കാൻ പറ്റും. അപ്പം നമ്മളിന്ന് ഇഷ്ടദേവിയായിട്ട് ഇഷ്ടദേവനായിട്ട് സർവ്വ ആത്മാക്കൾക്കും എന്ത് കൊടുക്കണം? വൈബ്രേഷൻ കൊടുക്കേണ്ട സമയമാണ്. ഓക്കെ, അങ്ങനെ നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. അപ്പം ബാബയ്ക്ക് സമാനമായിട്ട് നമുക്ക് മാറണം, അല്ലേ? ബാബ നോക്കൂ, ബാബയ്ക്ക് എല്ലാവരെയും സർവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതേപോലെ നമുക്കും ആയിട്ട് മാറണം. അങ്ങനെ ഒരു സങ്കല്പം നമുക്ക് വയ്ക്കാം. ഓം ശാന്തി. कितने निरहंकारी बच्चों को नमस्कार।
से आगे तुम बच्चों कह कर क्यों मंगे भरते हैं। बच्चों को नमस्ते करते हैं बाबा कितने निरहंकारी। बेहद सेवा अब भी करते बाबा है आपकी बलिहारी। कहते हैं आप मैं बच्चों का आज्ञाकारी सेवाधारी। सब काम आप खुद करते हैं, सब काम आप खुद करते हैं और मान हमारा रखते हैं। बच्चों को नमस्ते करते हैं बाबा कितने निरहंकारी। हैं आप दया सिंधु बाबा, दिल में जो हमें समा लेते, शिक्षा देते, शक्ति देते, गुण ज्ञान खजाने भर देते। निष्काम आपकी सेवाएं, निष्काम आपकी सेवाएं, उपहार स्वर्ग हमें देते हैं। बच्चों को नमस्ते करते हैं बाबा कितने निरहंकारी। बच्चों को नमस्ते करते हैं। बाबा कितने निरहंकारी। ओम शांति।